ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനി വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, എല്ലാവർക്കും ശുഭദിനം, സുസ്വാഗതം. നാരായണ. നമ്മുടെ ശങ്കരസ്തോത്ര തരംഗിണി 100-ാം ദിവസമാണ് എന്നുള്ളത് ഒരു സന്തോഷം എല്ലാവരുമായിട്ട് ഒരിക്കൽ കൂടെ പങ്കുവെക്കുകയാണ്. ഇന്ന് 100 ദിവസം തികഞ്ഞു. ഭഗവാന്റെ അനുഗ്രഹം നമ്മളെ കൊണ്ട് സെഞ്ചുറി തികപ്പിച്ചു. ഇനിയും തുടർന്നുകൊണ്ടിരിക്കട്ടെ. എന്നും ഭഗവത് സ്മരണയോടുകൂടെ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭഗവാൻ സാഹചര്യം ഒരുക്കി തരട്ടെ. നമുക്ക് ശിവഭുജംഗം 9 മുതൽക്കുള്ള 15 വരെയുള്ള 7 ശ്ലോകങ്ങൾ ചൊല്ലാം. 1-ാമത്തെ ശ്ലോകം എന്തായാലും ചൊല്ലാം. 1ഉം 2ഉം ശ്ലോകങ്ങൾ എപ്പോഴും ചൊല്ലാം. കാരണം 1-ാമത്തത് ഗണേശ വണക്കവും 2-ാമത്തത് ശിവഭഗവാന്റെ അഥവാ പരബ്രഹ്മ സ്വരൂപത്തിലുള്ള അതിനെ പറഞ്ഞ് വർണ്ണിച്ചിട്ടാണ് അതിനെ മഹശൈവമായി ഞാൻ സ്തുതിക്കുന്നു എന്ന് പറയുന്നത്. ശിവന്റെ മഹസ്സായി ഞാൻ സ്തുതിക്കുന്നു. അപ്പൊ ആ കണക്ഷൻ ആ 2 ശ്ലോകത്തിലാണ് കിടക്കുന്നത്. പിന്നെ 9-ാം ശ്ലോകം മുതൽക്ക് ഗളദ്ദാനഗണ്ഡം മിളദ്ഭൃംഗഷണ്ഡം ചലച്ചാരുശുണ്ഡം ജഗത്രാണശൗണ്ഡം ലസദ്ദന്തകാണ്ഡം വിബദ്ഭംഗചണ്ഡം ശിവപ്രേമപിണ്ഡം ഭജേ വക്രതുണ്ഡം. അനാദ്യന്തമാദ്യം പരം തത്വമർത്ഥം ചിദാകാരമേകം തുരീയം ത്വമേയം ഹരിബ്രഹ്മമൃഗ്യം പരബ്രഹ്മരൂപം മനോവാഗതീതം മഹശൈവമീഡേ. ഇനി 9-ാം ശ്ലോകം. മഹാദേവ ദേവേശ ദേവാദിദേവ സ്മരാരേ പുരാരേ യമാരേ ഹരേതി ബ്രുവാണ സ്മരിഷ്യാമി ഭക്ത്യാ ഭവന്തം തതോ മേ ദയാശീല ദേവ പ്രസീദ. ത്വദന്യഃ ശരണ്യഃ പ്രപന്നസ്യ നേതി പ്രസീദ സ്മരന്നേവ ഹന്യാസ്തു ദൈന്യം ന ചേത്തേ ഭവേത് ഭക്തവാത്സല്യഹാനിസ്തതോ മേ ദയാലോ സദാ സന്നിധേഹി. അയം ദാനകാലസ്ത്വഹം ദാനപാത്രം ഭവാനേവ ദാതാ ത്വദന്യം ന യാചേ
ഭവൽ ഭക്തിമേവ സ്ഥിരാം ദേഹി മഹ്യം കൃപാശീല ശംഭോ കൃതാർത്ഥോസ്മി തസ്മാത്. പശും വേൽസി ചെന്മാം തമേവാതിരൂഢ കളങ്കേ ദിവാമൂർധ്നി ധൽസേതമേവ ദിജിഹ്ഹ പുനഃ ശോഭിതേ കണ്ഠഭൂഷാ ത്വദംഗീകൃതാ സർവേപി ധന്യാഃ. ന ശക്നോമി കർത്തും പരദ്രോഹലേശം കഥം പ്രീയസേ ത്വം ന ജാനേ ഗിരീശ. തദാ ഹി പ്രസന്നോസി കസ്യാപി കാന്താസു തദ്രോഹിണോ വാ പിതൃദ്രോഹിണോ വാ. സ്തുതിം ധ്യാനമർച്ചാം യഥാവത് വിധാതും ഭജന്നപ്യജാനൻ മഹേശാവലംബേ. ത്രസന്തം സുതം ത്രാതുമഗ്രേ മൃഗണ്ഡോർയമപ്രാണനിർവാപണം ത്വത്പദാബ്ജം. ശിരോദൃഷ്ടിഹൃദ്രോഗശൂലപ്രമേഹ ജരാർശോ ജരായക്ഷ്മഹിക്കാവിഷാർത്താൻ. ത്വമാദ്യോഭിഷഗ്ഭേഷജം ഭസ്മശംഭോ ത്വമുല്ലാഗയാസ്മാൻ വപുർലാഘവായ. ശിരോദൃഷ്ടിഹൃദ്രോഗശൂലപ്രമേഹജ്വരാർശോ ജരായക്ഷ്മഹിക്കാവിഷാർത്താൻ. ത്വമാദ്യോഭിഷഗ്ഭേഷജം ഭസ്മശംഭോ ത്വമുല്ലാഗയാസ്മാൻ വപുർലാഘവായ. ഹരി ഓം. നമ്മൾ ഇന്നലെ 9, 10, 11 ശ്ലോകങ്ങൾ, 11 വരെയുള്ള ശ്ലോകങ്ങൾ കണ്ടു. 9ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ വിവിധ നാമങ്ങൾ വിളിച്ചുകൊണ്ട് അങ്ങയെ ഇങ്ങനെ പറയുന്നവനും ഭക്തിയോടുകൂടി അങ്ങയെ സ്മരിക്കുന്നവനുമായിട്ടുള്ള എൻ്റെ നേർക്ക് അലയോ ദയാശീല ദേവ പ്രസീദ. മഹാദേവ ദേവേശ ദേവാദിദേവ സ്മരാരേ പുരാരേ യമാരേ ഹര ഇതി ബ്രുവാണഃ. ഇങ്ങനെ പറയുന്നവനായ ഞാൻ ഭക്ത്യാ ഭവന്തം സ്മരിഷ്യാമി, ഭക്തിയോടെ എപ്പോഴും ഭവാനെ സ്മരിക്കുന്നു. അങ്ങനെയുള്ള എൻ്റെ നേർക്ക് തതഃ ദയാശീല ദേവ മേ പ്രസീദ, മഹ്യം പ്രസീദ, എൻ്റെ നേർക്കായിക്കൊണ്ട് പ്രസാദിച്ചാലും പറഞ്ഞു. ഇനി 10ാമത്തെ ശ്ലോകത്തിൽ അങ്ങല്ലാതെ വേറൊരാൾ ശരണ്യനായിട്ടില്ല എന്ന് അങ്ങയെ ശരണം പ്രാപിച്ച പ്രപന്നനായിരിക്കുന്ന എൻ്റെ നേർക്ക് പ്രസാദിച്ചാലും അങ്ങ് എന്നെക്കുറിച്ചൊന്ന് സ്മരിച്ചാൽ തന്നെ മതി എൻ്റെ ദൈന്യം ഇല്ലാതെയാവാൻ. അങ്ങനെ ഇല്ല എങ്കിൽ, അങ്ങ് എന്നെ സ്മരിച്ചില്ല എങ്കിൽ, അങ്ങ് എൻ്റെ ദൈന്യത്തെ നീക്കിയില്ല എങ്കിൽ അങ്ങക്ക് ഭക്തവാത്സല്യ ഹാനി എന്ന ദോഷം വന്നു ചേരും. അങ്ങ് ഭക്തവത്സലനാണെന്നുള്ള കാര്യം ലോകം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ആ ലോകത്തിൻ്റെ അംഗീകാരം ലോകം പിൻവലിക്കും. പിന്നെ അങ്ങേരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള ഒരു ദോഷം അങ്ങയിൽ വന്നു ചേരും. അപ്പോൾ എൻ്റെ നേർക്ക് പ്രസാദിച്ച് എൻ്റെ ദൈന്യത്തെ ഇല്ലായ്മ ചെയ്താലും. അതുകൊണ്ട് ദയാലോ മേ സദാ സന്നിധേഹി, എൻ്റെ നേർക്ക് അങ്ങയുടെ കൃപയെ എപ്പോഴും ധരിച്ചാലും. ഇനി എനിക്ക് എന്താണ് അങ്ങയോട് ചോദിക്കാനുള്ളത്? എനിക്ക് വേറൊന്നും വേണ്ട. ഞാൻ ദീനനാണ്, ദാനപാത്രമാണ്. അങ്ങ് യഥാർത്ഥ പ്രഭുവാണ്, സ്വാമിയാണ്, ദാതാവാണ്. അതുകൊണ്ട് തന്നെ കാലവും ദേശവും ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇത് തന്നെയാണ് ഉത്തമമായിട്ട കാലം. ഇനി വൈകണ്ട. എനിക്ക് വേണ്ടത് ആകെ ഞാൻ യാചിക്കുന്നത് ഭവൽ ഭക്തിമേവ സ്ഥിരാം ദേഹി മഹ്യം. മഹ്യം സ്ഥിരാം ഭവൽ ഭക്തിമേവ ദേഹി. എനിക്ക് അങ്ങയിലുള്ള സ്ഥിരമായ ഉറച്ചതായിട്ടുള്ള ഭക്തി മാത്രം മതി. ഞാൻ വേറൊന്നും ചോദിക്കുന്നില്ല. അതുകൊണ്ട് കൃപാശീല ശംഭോ കൃതാർത്ഥോസ്മി തസ്മാത്. അതുകൊണ്ട് തന്നെ ഞാൻ കൃതാർത്ഥനായി ഭവിക്കും. എനിക്ക് ഭക്തി മാത്രം നൽകിയാൽ മതി. ആ ഭക്തി എന്നെ പൂർണ്ണനാക്കും. ആ ഭക്തി ഉണ്ടായാൽ ബാക്കി വേണ്ടതൊക്കെ അതിൻ്റെ പുറകെ വന്നോളും. എൻ്റെ യോഗക്ഷേമങ്ങളൊക്കെ അത് അതിൻ്റെ പാട്ടിൽ നടന്നോളൂ. അത് അങ്ങ് നോക്കിക്കോളും. എനിക്കറിയാം. എനിക്ക് അങ്ങയുമായിട്ടുള്ള ബന്ധം ഞാൻ സ്ഥാപിച്ചാൽ മതി. അതാണ് ഭക്തി എന്ന് പറയുന്നത്. ഭഗവാനുമായിട്ടുള്ള ബന്ധുത്വം,
ദൃഢമായിട്ടുള്ള ഭഗവാനുമായിട്ടുള്ള ആശ്രയഭാവം അതങ്ങോട്ട് സ്ഥാപിച്ചു കിട്ടിയാൽ മതി. അല്ലേ? ഇപ്പോൾ ഒരു ധനികന്റെ ഗൃഹത്തിൽ ഒരു വേലക്കാരനായിട്ടൊരു ജോലി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ പോരെ? ബാക്കി കാര്യം അവിടെ നടന്നോളില്ലേ? എനിക്കൊരു ജോലി മാത്രം തന്നാൽ മതി, അങ്ങയുടെ ഒരു ഭൃത്യനാക്കിയാൽ മതി എന്നൊരു ധനികനെ ചെന്നൊരാള് ശരണം പ്രാപിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ വെറുതെ ഇങ്ങനെ ജോലി എടുത്തുകൊണ്ടിരിക്കാം, അങ്ങ് എനിക്കൊന്നും തരണ്ട എന്നാണോ? എൻ്റെ കടമ ഞാൻ ചെയ്യാം, അങ്ങയുടെ കടമ ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതല്ലേ? അല്ലേ? ധനികന്റെ ഗൃഹത്തിൽ ജോലി എടുക്കുന്നവരുടെ ഭക്ഷണ കാര്യം അവിടെ നടക്കും. അവർക്ക് വേറെന്തെങ്കിലും ആപത്ത് വരുമ്പോൾ അതൊക്കെ സഹായിക്കും യജമാനന്മാര്, സ്വാമിമാര്. അപ്പോൾ അവിടെ നിന്ന് എത്തിക്കിട്ടിയാൽ മതി. അവിടേക്ക് ഒരു അപ്പോയിൻമെന്റ്, ഒരു അഡ്മിഷൻ, ഒരു പ്രവേശനം കിട്ടിയാൽ മതി. ബാക്കി കാര്യങ്ങൾ പിന്നെ അവിടുത്തെ ഒരാളായി മാറും. ശരിക്കും നന്നായിട്ട് അവനവൻ്റെ ധർമ്മം അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ, ഒരു ഭൃത്യനായിട്ടൊരു ധനിഗൃഹത്തിലേക്ക് പ്രവേശിച്ച് തൻ്റെ കർത്തവ്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുകയാണെങ്കിൽ പിന്നെ വറി ചെയ്യേണ്ട കാര്യമില്ല. ആ ധനികൻ ശരിക്കും അറിയും തൻ്റെ ഭൃത്യൻ എന്ത് ചെയ്യണു, തൻ്റെ ഭൃത്യന് തന്നോട് എത്രത്തോളം സ്നേഹവും ആത്മാർത്ഥതയുമുണ്ട്, താൻ പറയാതെ തന്നെ ഏതൊക്കെ കാര്യങ്ങളാണ് അയാൾ ചെയ്യുന്നത്, അതിനെന്ത് കൊടുത്താൽ മതിയാവും, എന്തു തന്നെ കൊടുക്കാം, എന്തു തന്നെ കൊടുക്കാൻ തയ്യാറാവും. അല്ലേ? അത്ര ആത്മാർത്ഥതയുള്ള ആൾക്കാരെ നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ സ്വന്തം ആളുകൾ ചെയ്യുന്നത് പോലെ നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്തുമ്പോൾ എന്ത് വേണമെങ്കിൽ കൊടുക്കാൻ ഒരു ധനികൻ സ്വയം തയ്യാറാവും. അയാൾക്ക് അലിവുണ്ടാവും, അയാളുടെ വീട്ടിലെ കുടുംബത്തിലെ ഒരാളായിട്ട് അംഗീകരിക്കും. ആ ഭേദബുദ്ധി ഇല്ലാതെയാണ് അവിടെ പെരുമാറുന്നത്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊരു ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഇത്ര കൂലി വേണം, എനിക്ക് ഇത്ര ശമ്പളം വേണം, എനിക്ക് ഇന്ന ആനുകൂല്യങ്ങൾ വേണം, എനിക്ക് ഇത്ര ദിവസം ലീവ് വേണം, ഞാൻ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ പണിയെടുക്കുള്ളൂ, അതൊന്നും പറയില്ല ഒരു യഥാർത്ഥ ഭൃത്യൻ. എന്താണ് ആ ഗൃഹത്തിൽ തന്നെ കൊണ്ട് ആവശ്യമുള്ളത്, തന്നെ കൊണ്ട് സാധിക്കുന്നത്, അതറിഞ്ഞ് ചെയ്യും. അതിന് നേരവും കാലമൊന്നും നോക്കില്ല, അതിന് കണ്ടീഷൻസ് ഒന്നും അങ്ങോട്ട് വയ്ക്കില്ല. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ തിരിച്ചും ആ വീട്ടിലൊരു അംഗമായിട്ട് മാറും. അപ്പം അതുപോലെയാണ് ഭൃത്യനും സ്വാമിയും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം. യഥാർത്ഥ സ്വാമി ഭൃത്യന്മാർ തമ്മിലുള്ള ബന്ധം ആഞ്ജനേയ സ്വാമിയും ശ്രീരാമസ്വാമിയും പോലെയുള്ള ബന്ധമാണ്. ആഞ്ജനേയസ്വാമി ശ്രീരാമസ്വാമിയിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ശ്രീരാമസ്വാമിയുടെ സേവ ചെയ്യുന്നത്. ആ ചെയ്യുന്നതിലാണ് സന്തോഷം. ശ്രീരാമസ്വാമിക്ക് വേണ്ടി എന്നാലാവുന്നത് ഞാൻ ചെയ്യുന്നു. ഭഗവാൻ എന്നോട് നിയോഗിച്ച്, എന്നെ വിശ്വസിച്ച്, എന്നെ ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ ചെയ്യുന്നു. അതല്ലാതെ എൻ്റെ മനോധർമ്മം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് അധികമായിട്ട് എനിക്ക് ചെയ്യാൻ കഴിയുക എന്നും വിചാരിച്ചുകൊണ്ട് ചെയ്തു. അല്ലേ? ഇപ്പോൾ ശ്രീരാമൻ ആഞ്ജനേയസ്വാമിയെ ഏൽപ്പിച്ചു ലങ്ക ചെന്ന് ദഹിപ്പിക്കാനും രാവണനെയും സൈന്യത്തെയൊക്കെ ആക്രമിക്കാനും അശോകവനികയെ നശിപ്പിക്കാനും ഒന്നും ഏൽപ്പിച്ചിരുന്നില്ല. സീത എവിടെയുണ്ടെന്നൊന്ന് കണ്ടെത്തി വന്നാൽ മതി എന്നേ പറഞ്ഞുള്ളൂ. സീത ഇരിക്കുന്ന സ്പോട്ടൊന്ന് കണ്ടിട്ട് വരിക, പറ്റുമെങ്കിൽ സീതയുടെ അടുത്ത് ചെന്ന് സീതയൊന്ന് ആശ്വസിപ്പിക്കുക. ശ്രീരാമൻ പുറകെ വരുന്നുണ്ട്, മനസ്സ് വിടണ്ട, ആത്മഹത്യയൊന്നും ചെയ്യണ്ട, രാമൻ പുറകെ തന്നെ ഉണ്ട്, എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ദൗത്യം മാത്രം നിർവഹിച്ചാൽ മതി, ഒരു ദൂതന്റെ പ്രവൃത്തി മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാ വിട്ടത്. പക്ഷെ അദ്ദേഹം അത് മാത്രമല്ല ചെയ്തത്, ആ ദേവിക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്ത്, തൻ്റെ വിശ്വരൂപം തന്നെ കാണിച്ചു കൊടുത്ത്, അതോടൊപ്പം രാവണന്റെ ഉള്ളിൽ എന്നേക്കുമായിട്ടുള്ള ഒരു നടുക്കത്തെ ഉണ്ടാക്കിയിട്ട്, കേവലം ഒരു വാനര രൂപത്തിൽ വന്ന ഒരു ഭൃത്യൻ ഇത്രയും ചെയ്യാമെങ്കിൽ ആ ശ്രീരാമന്റെ ശക്തി എന്തായിരിക്കുമെന്ന് ഊഹത്തിന് വിട്ടുകൊടുത്ത്, നല്ല മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടാവുകയാണെങ്കിൽ സീതയെ സറണ്ടർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ആഞ്ജനേയസ്വാമി തന്നെ ചെയ്തു. പക്ഷെ വിനാശകാലേ വിപരീത ബുദ്ധി, അതിനൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. സ്വയം നശിക്കാൻ തീരുമാനിച്ചു രാവണൻ. അല്ലെങ്കിൽ വേണ്ട എല്ലാ ഡീറ്റെയിൽസും നോട്ടീസും കൊടുത്തു കഴിഞ്ഞു. നിനക്ക് രക്ഷയില്ല, രാമന്റെ കയ്യിൽ നിന്ന് നിനക്ക് മരണം ഉറപ്പാണ് നീ രാമനെ ശരണം പ്രാപിച്ചിട്ടില്ലെങ്കിൽ
എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുത്തു. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് ശരണം പ്രാപിക്കാൻ തോന്നിയില്ല. തൻ്റെ അനുജന്മാരൊക്കെ ഉപദേശിച്ചിട്ടും തോന്നിയില്ല. അത് അദ്ദേഹത്തിൻ്റെ വിനാശകാലെ വിപരീത ബുദ്ധി. അപ്പൊ ആഞ്ജനേയസ്വാമി ഒരു ഭൃത്യൻ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് രാമനിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ? അതാണ് സ്വാമി ഭൃത്യ ബന്ധം. സ്വാമിയും ഭൃത്യനെ ആശ്രയിക്കുന്നവനല്ല. നീയാണ് എൻ്റെ എല്ലാം, നീ ഇല്ലെങ്കിൽ ഞാനില്ല എന്നുള്ള ആ ഒരു ഭാവം സ്വാമിക്കുമില്ല. ഭൃത്യൻ ചെയ്യുന്നതിനെയൊക്കെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അതാണ് യഥാർത്ഥ സ്വാമിയും. അപ്പം അതാണ് ഒരു ഭക്തനും ഭഗവാനും തമ്മിലുള്ളതായിട്ടുള്ള സ്വാമി ഭൃത്യ ബന്ധം. ഇവിടെ അതാണ് പറയുന്നത്, എന്നിൽ എനിക്ക് ഭക്തി തന്നാൽ മതി, ഞാൻ കൃതാർത്ഥനായി എന്ന്. കാരണം ഭക്തി വന്നു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് നമ്മൾ അസോസിയേറ്റഡ് ആയി, കണക്റ്റഡ് ആയി, ഭഗവാന്റെ സ്വന്തം ആളായി കഴിഞ്ഞു. പിന്നെ യോഗക്ഷേമം ഭഗവാന്റെ ഉത്തരവാദിത്വമാണ്. ഭഗവാന്റെ ഭക്തനെ രക്ഷിക്കുക എന്നുള്ളത് ഭഗവാന്റെ ഉത്തരവാദിത്വമാണ്. അതറിയുന്ന ആളാണ് ഒരു യഥാർത്ഥ ഭക്തൻ. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ പ്രേമിച്ചാൽ മാത്രം മതി, സ്നേഹിച്ചാൽ മതി, ബാക്കി കാര്യം ഭഗവാൻ നോക്കിക്കോളും. അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ഇതിന്റെ തുടർച്ച തന്നെയാണ് അടുത്ത ശ്ലോകം. പശും വേൽസി ചേന്മാം തമേവാതിരൂഢ കളങ്കീ ദിവാമൂർധ്നിധൽസേ തമേവ ദിജിഹ്വ പുനഃസോഭിതേ കണ്ഠഭൂഷ ത്വദംഗീകൃതാ സർവേപി ധന്യാഃ. പശും വേൽസി ചേന്മാം തമേവാതിരൂഢ കളങ്കീ ദിവാമൂർധ്നിധൽസേ തമേവ ദ്വിജിഹ്വ പുനഃസോഭിതേ കണ്ഠഭൂഷ ത്വദംഗീകൃതാ സർവേപി ധന്യാഃ. ഭഗവാനോട് ഒരു പരിഭവം പറയും പോലെ പറയുകയാണ്, ഇനി അങ്ങ് എന്നെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സ്വീകരിക്കുക അല്ലെ? അംഗീകരിക്കുക എന്നുള്ള വാക്കിന്റെ അക്ഷരാർത്ഥം അംഗത്തിൽ ചേർക്കുക എന്നാണ്. ശരീര അവയവങ്ങളോടൊപ്പം ചേർക്കുക, ശരീരത്തോട് ചേർത്ത് നിർത്തുക, ആലിംഗനം ചെയ്യുക, ഇതൊക്കെ അംഗീകരിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥമായിട്ട് വരും. കൂടെ നിർത്തുക, അതാണ് അംഗീകാരം. അപ്പോ ഭഗവാനോട് ചോദിക്കണ, അങ്ങ് എന്താ എന്നെ സ്വീകരിക്കാത്ത, എന്നെ അംഗീകരിക്കാത്ത? അങ്ങയാൽ അംഗീകൃതന്മാരായിട്ടുള്ളവരെല്ലാം, അങ്ങയാൽ അംഗീകരിക്കപ്പെട്ടവർ, സ്വീകരിക്കപ്പെട്ടവർ, ത്വദംഗീകൃതാഃ സർവേപി ധന്യാഃ. അങ്ങയാൽ സ്വീകരിക്കപ്പെട്ടവരെല്ലാവരും ധന്യരായിരിക്കുന്നു. ഹേ ശർവ, അല്ലയോ മഹാദേവ, പ്രളയകർത്താവായിരിക്കുന്നവനെ, രാത്രിയെ ചെയ്യുന്നവനെ. ഇവിടെ രാത്രി എന്ന് പറഞ്ഞാൽ പ്രളയം തന്നെയാണ് പ്രതീകം. പ്രളയത്തിന്റെ പ്രതീകമാണ് ഇവിടുത്തെ രാത്രി. അപ്പോൾ ശർവ എന്നുള്ള വിളിയില് പ്രളയകർത്താവായിരിക്കുന്നവനെ എന്നാണ്, രാത്രി കർത്താവായിരിക്കുന്നവനെ. ദേവിക്ക് കാളരാത്രി എന്ന പേര് വരാൻ കാരണം പ്രളയകാലത്തെ രാത്രി സ്വരൂപിണിയായിരിക്കുന്നവൾ, പ്രളയകാലത്തിൽ എല്ലാം തന്നിൽ ലയിപ്പിക്കുന്നവൾ, എല്ലാറ്റിനെയും തമോരൂപത്തിൽ ആവരണം ചെയ്യുന്നവൾ എന്നൊക്കെ അർത്ഥത്തിലാണ് ദേവിക്ക് കാളരാത്രി എന്ന് പേര്. അതുപോലെ ഭഗവാനും കാലസ്വരൂപനായി എല്ലാറ്റിനെയും അവ്യക്തമാക്കി ചെയ്യുന്നു. പ്രളയകാലത്ത് എല്ലാറ്റിനെയും ആച്ഛാദനം ചെയ്യുന്നു, എല്ലാറ്റിനെയും മറയ്ക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ ശർവൻ. ഭഗവാനോട് ശർവ എന്നിവിടെ സംബോധന ചെയ്ത്, മഹാദേവ ത്വത് അംഗീകൃതാഃ സർവേപി ധന്യാഃ. അങ്ങയാൽ അംഗീകരിക്കപ്പെട്ടവരെല്ലാവരും ധന്യരായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എന്നെ അംഗീകരിക്കുന്നില്ല? ഇനി എനിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് അങ്ങേക്ക് സമ്മതമാണല്ലോ, ഞാൻ കാണുന്നുണ്ടല്ലോ. കാരണം കുറവുള്ളവരെയാണ് അങ്ങ് കൂടുതൽ സ്വീകരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് പശും വേത്സി ചേത് മാം പശും വേത്സി ചേത്. ഇഫ് യു തിങ്ക് ദാറ്റ് ഐ എം ആൻ അനിമൽ, പശും വേത്സി. പശും വേത്സി, വേത്സി എന്ന് പറഞ്ഞാൽ വിദു ധാതുവിന്റെ രൂപാന്തരമാണ് ത്വം വേത്സി.
അറിയുക, നീ അറിയുന്നു എങ്കിൽ, എന്നെ ഒരു പശുവായിട്ട് കരുതുന്നു എങ്കിൽ, ഇഫ് യു തിങ്ക് ദാറ്റ് ഐ എം ആൻ ആനിമൽ, പശു ഇതി ത്വം മാം വേൽസി ചേത്, ചേത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ, ഇഫ് എന്നർത്ഥത്തിലാണ് ചേത്. അങ്ങനെയാണെങ്കിൽ തമേവാതിരൂഢ, ഇപ്പൊ അങ്ങ് എവിടെ ഇരിക്കണത്? തമേവ അതിരൂഢ, ഒരു പശുവിന്റെ പുറത്തല്ലേ കയറിയിരിക്കണത്? ഇവിടെ പശു എന്ന് പറഞ്ഞാൽ കാള. ഋഷഭത്തെ അങ്ങ് വാഹനമാക്കിയിരിക്കണു. അപ്പൊ പശുവാണ് ഞാനെന്ന് കരുതി എന്നെ മനുഷ്യക്കോലമാണെന്ന് കരുതുന്നില്ലെങ്കിൽ ഞാൻ അർഹനായിട്ടുള്ള ഒരാളല്ല, അങ്ങയുടെ പരിഗണനയ്ക്ക്, അങ്ങയുടെ അംഗീകാരത്തിന് യോഗ്യനല്ല, ഒരു മൃഗസമാനൻ, ഒരു പ്രാകൃതൻ എന്ന് എന്നെ കരുതുകയാണെങ്കിൽ, യു ഹാവ് അക്സെപ്റ്റഡ് ദ ഗ്രേറ്റ് നന്ദി. അതൊരു ബുള്ളല്ലേ, ഒരു മുതുക്കൻ കാളയല്ലേ, അതൊരു പശുവല്ലേ. അതിനെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ, അതിനെ അങ്ങയുടെ വാഹനമാക്കി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് പശുക്കളോട് ഇഷ്ടമുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പൊ ഞാനൊരു പശുവാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അങ്ങ് ഈ ഋഷഭനെ സ്വീകരിച്ചതുപോലെ, ഈ കാളയെ സ്വീകരിച്ചതുപോലെ, വൈ ഡോണ്ട് യു അക്സെപ്റ്റ് മീ? എന്തുകൊണ്ട് എന്നെയും സ്വീകരിച്ചുകൂടാ? ന്യായം അല്ലേ? ഒരു എല്ലാവരെയും സമനായി കാണുന്ന ഒരു ഭഗവാന് ഭേദബുദ്ധി ഉണ്ടാവാൻ പാടും. ഒരു പശുവിനെ വാഹനമൊക്കെ മറ്റൊരു പശുവിനെ തള്ളി നിൽക്കുക എന്ന് പറയുക, അതൊരു ന്യായമല്ല. അതുകൊണ്ട് ഭഗവാനോട് കോടതിയിൽ വാദിക്കുന്നത് പോലെ വാദിക്കുകയാണ് അവിടെ ആദിശങ്കര ഭഗവത്പാദര്. പശു എന്ന് കരുതിയിട്ട് എന്നെ മാറ്റി നിർത്താനാ ഭാവമെങ്കിൽ ഞാൻ വിടാൻ പറ്റില്ല. കാരണം അങ്ങ് ഓൾറെഡി ഒരു പശുവിനെ വാഹനമാക്കി അംഗീകരിച്ചിട്ടുണ്ട്. തമേവ അതിരൂഢ, അതിന്റെ പുറത്താണല്ലോ കയറിയിരിക്കുന്നത് അല്ലേ? നമ്മൾ സാധാരണ പറയാറില്ല, ഒരാളുടെ മേലെ ഇത്തിരി ചേറ് തെറിച്ചിട്ടുണ്ട്, എന്നിട്ട് അയാളെ കുറ്റം പറയാം, എന്നിട്ട് മേലെ ചേറാണെന്ന്. ഇയാളുടെ മേലെ മുഴുവൻ അയാൾ ചേറിൽ ഇറങ്ങി നിൽക്കുന്നത്. ചേറിൽ ഇറങ്ങി നിന്നിട്ട് വേറൊരാളുടെ മേലെ ഒരു തുള്ളി ചെളി തെറിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറ്റപ്പെടുത്താം. അതുപോലെ എന്നിൽ പശുത്വം ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ പശുവിനെയല്ലേ അങ്ങ് വാഹനമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. നല്ലോണം ചിന്തിക്കുക. തുടർന്ന് അടുത്ത വരിയിൽ പറയണു, കളങ്കീതിവ, എനിക്ക് എന്തെങ്കിലും കളങ്കമുണ്ട്. ഇവിടെ പാപമാണ് നമ്മുടെയൊക്കെ കളങ്കം. അപ്പൊ എനിക്ക് കളങ്കമുള്ളവനാണ്, ഇവനെ വിശ്വസിക്കാൻ കൊള്ളില്ല, അവൻ നിഷ്കളങ്കനല്ല, അങ്ങയുടെ ദാസനാക്കാൻ കൊള്ളില്ല അല്ലേ? നമ്മൾ സാധാരണ ഒരു എന്തെങ്കിലും കളങ്കമുള്ളവരെ നമ്മുടെ ഭൃത്യന്മാരാക്കുമോ? അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് അവരുടെ ഹിസ്റ്ററി മോശമാണെങ്കിൽ, ഒരു ടൈൻഡഡ് ഹിസ്റ്ററി ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അവന്റെ ക്യാരക്ടർ ശരിയല്ല, അവനെ മാറ്റി നിർത്തൂ എന്ന് പറയും. നമ്മൾ ജോലിക്ക് എടുക്കില്ല. അപ്പൊ കളങ്കമുള്ളവൻ, നിഷ്കളങ്കനല്ലാത്തവൻ എനിക്ക് വേണ്ട, ഭൃത്യനായിട്ട് വേണ്ട എന്ന് അങ്ങ് പറയുകയാണെങ്കിൽ, അതാണ് കണ്ടീഷനെങ്കിൽ അങ്ങ് കണ്ടീഷൻ ലംഘിച്ചിട്ടുണ്ട് അല്ലേ? നമ്മള് PSC ഒക്കെ ജോലിക്ക് കോൾ ഫോർ ചെയ്യുമ്പോൾ അതിന് ഓരോ കണ്ടീഷൻ വയ്ക്കും. എന്നിട്ട് ഈ ഇതിൻ്റെയൊക്കെ അതോറിറ്റികള്, മുകളിലിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഈ കണ്ടീഷൻ ലംഘിച്ചുകൊണ്ട് അവരുടെ സ്വന്തം ആൾക്കാരെ തിരികെ കയറ്റും. അത് സാധാരണ പക്ഷപാതികളായിരിക്കുന്ന, സ്വാർത്ഥരായിരിക്കുന്ന മൂഢന്മാരാണ് ഇവര്. അവർക്ക് അവരുടെ ആളുകളെ കയറ്റാൻ വേണ്ടിയിട്ട് നിയമപ്രകാരമുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്കും കൃത്രിമമായിട്ട് ആ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ അപ്പോയിന്റ് ചെയ്തു എന്ന് വരും. അതുപോലൊരാളാണോ അങ്ങ്? ആ സ്റ്റാൻഡേർഡ് അല്ലല്ലോ അല്ലേ? അപ്പൊ എനിക്ക് കളങ്കമുണ്ട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണെങ്കിൽ കളങ്കമുള്ള എല്ലാവരെയും മാറ്റി നിർത്തണം. പക്ഷെ അങ്ങ് എന്താ ചെയ്തിരിക്കുന്നത്? മൂർധ്നി ദൽസേ തമേവ, തമേവ മൂർധ്നി ദൽസേ, അവനെ തന്നെ, നല്ലോണം കളങ്കമുള്ളവനെ അങ്ങ് മൂർധാവിൽ ധരിച്ചിരിക്കുന്നു, ശിരസിൽ ചന്ദ്രനായി ധരിച്ചിരിക്കുന്നു. ആ ചന്ദ്രൻ കളങ്കമുള്ളവനാണ്. ചന്ദ്രനിൽ നോക്കിയാൽ നമുക്ക് കാണാം കളങ്കം അല്ലേ? മാനിന്റെ രൂപത്തിലോ മുയലിന്റെ രൂപത്തിലോ ഒക്കെ ചന്ദ്രനിൽ കളങ്കം കാണുന്നത് കൊണ്ടാണ് ആ ചന്ദ്രനെ ഏണാങ്കൻ, ശശാങ്കൻ എന്നൊക്കെ പേരിട്ടിരിക്കുന്നത്. ശശം എന്നാൽ മുയല്, ഏണം എന്നാൽ മാൻ. അപ്പോ ഏണം അടയാളമായിട്ട് കാണുന്നവൻ ഏണാങ്കൻ, മുയൽ അടയാളമായിട്ട് കാണുന്നവൻ ശശാങ്കൻ. ഇതൊക്കെ ചന്ദ്രന്റെ പര്യായങ്ങളാണ്. ചില ദിവസങ്ങളിൽ നോക്കിയാൽ മുയൽ പോലെ തോന്നും, ചില ദിവസങ്ങളിൽ ചില ആംഗിളില് മാനിനെ പോലെ തോന്നും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പേരുണ്ടായത്. അപ്പൊ കളങ്കമാണ് ചന്ദ്രനില്. ആ കളങ്കമുള്ള ചന്ദ്രനെ അങ്ങ് തലയിലാ കൊണ്ടു നടക്കണത്. നാണമില്ല? ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ധൈര്യം ആദിശങ്കര ഭഗവത്പാദർക്കേ ഉള്ളൂ.
കളങ്കി എന്ന് പറഞ്ഞ് ഞാനൊരു ടൈൻറ്റഡ് വ്യക്തിത്വമാണ് എന്ന് കരുതി എന്നെ അങ്ങ് അവമതിക്കുകയാണെങ്കിൽ, എന്നെ അംഗീകരിക്കുന്നില്ലെങ്കിൽ തലയിൽ നിന്ന് അയാളെ ഇപ്പൊ വലിച്ചെറിയണം, തലയിൽ നിന്ന് ഇറക്കി വിടണം, ചന്ദ്രശേഖരൻ എന്നുള്ള പേര് അങ്ങ് കളയണം. സാധിക്കുമോ? അതാണ് ഭഗവാനോടുള്ള വാദം. കളങ്കീതി വാ മൂർധ്നിതൽസേതമേവ. കളങ്കി എന്ന് കളങ്കിയാണ് ഞാനെന്ന് കരുതുന്നുണ്ടെങ്കിൽ, നല്ലോണം കളങ്കമുള്ള ഒരാളെ, കളങ്കമുള്ളവനെന്ന് പേരേ ഉള്ളവനെ അങ്ങ് തലയിൽ കൊണ്ടു നടക്കുന്നത് എന്തേ? ഇനി മറ്റൊരു ന്യായം. ദ്വിജിഹ്വ പുനഃസോഭിതേ കണ്ഠഭൂഷ. ദ്വിജിഹ്വ എന്ന് പറഞ്ഞാൽ രണ്ട് നാവുള്ളവൻ. എന്നെ കുറിച്ച് അങ്ങക്ക് അതാണ് അഭിപ്രായമെങ്കിൽ, രണ്ട് നാവുള്ളവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് പറയുക അവിടെ ഒന്ന് പറയുക എന്ന് പറഞ്ഞാൽ സത്യമല്ലാത്തത് പറയുക എന്നർത്ഥം. സത്യം പറയുന്നവർക്ക് ഒരു നാവേ ഉള്ളൂ, ആകെ എവിടെ പോയാലും ഒരു സത്യം പറയുള്ളൂ, അല്ലേ? അപ്പൊ സത്യം പറയുന്നവർ ഒരു നാവുള്ളവരും അസത്യം പറയുന്നവരാണ് രണ്ട് നാവുള്ളവർ. ഒരു ഭാഗത്ത് ഒന്ന്, വേറൊരു ഭാഗത്ത് വേറൊന്ന് പറയുന്നത് ദ്വിജിഹ്വ, രണ്ട് നാവ്, ഇന്റഗ്രിറ്റി ഇല്ലാത്ത വ്യക്തിത്വം. അപ്പൊ എന്നെ അങ്ങനെ കരുതുന്നുവെങ്കിൽ ദ്വിജിഹ്വ പുനഃ, അങ്ങനെയാണ് വീണ്ടും കരുതുന്നുവെങ്കിൽ ശോഭിതേ കണ്ഠഭൂഷ, അത് തന്നെയല്ലേ അങ്ങയുടെ കഴുത്തിൽ ആഭരണമായിട്ട് കൊണ്ടു നടക്കണത്. ആരാണ്? പാമ്പ്. പാമ്പിന്റെ നാവ് കണ്ടിട്ടില്ലേ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്? ഇപ്പൊ പാമ്പിന്റെ നാവ് രണ്ടായിട്ട് പിരിഞ്ഞ ദ്വിജിഹ്വനാണ് പാമ്പ്. പാമ്പിന്റെ പര്യായമാണ് ദ്വിജിഹ്വൻ. ഒരു ജിഹ്വ തന്നെ രണ്ടായി പിരിഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് അഗ്രങ്ങളുള്ളതാണ് പാമ്പിന്റെ നാവ്. അപ്പൊ ഇനി അങ്ങ് ദ്വിജിഹ്വനായിട്ട് കണക്കാക്കി ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് തള്ളുകയാണെങ്കിൽ കഴുത്തിലെ ആ സർപ്പത്തെ ഉടനെ എടുത്ത് കളയണം, സർപ്പഭൂഷണൻ എന്നുള്ള പേരും വലിച്ചെറിയണം. സമ്മതാണോ? ഭഗവാൻ തയ്യാറല്ല. ഭഗവാൻ സർപ്പഭൂഷണനാണ്. വാസുകി മുതലായിട്ടുള്ള ദ്വിജിഹ്വന്മാരെ ശരീരം മുഴുവൻ ആഭരണമായിട്ട് കൊണ്ടു നടക്കണു. അപ്പോ അതും എനിക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. അപ്പൊ എൻ്റെ ഇതൊക്കെ അങ്ങയെ സംബന്ധിച്ച് ക്വാളിഫിക്കേഷൻ ആണെന്ന് വരുന്നു. ഞാനൊരു പശുവാണെങ്കിൽ അങ്ങേക്ക് സമ്മതനാണ്, ഞാനൊരു കളങ്കിയാണെങ്കിൽ അങ്ങേക്ക് അതിലധികം സമ്മതനാണ്, തലയിൽ കയറ്റിവെക്കും. ഞാൻ ദ്വിജിഹ്വനാണെങ്കിലും അങ്ങ് കണ്ഠത്തിൽ കൊണ്ടു നടക്കുന്നു ആഭരണമായിട്ട്. സോ എന്നെ അംഗീകരിക്കാൻ എന്താ ഇപ്പൊ കുഴപ്പം? അതുകൊണ്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്, അങ്ങ് എന്നെ അംഗീകരിക്കണം. അങ്ങയാൽ അംഗീകരിക്കപ്പെട്ടവരെല്ലാം സർവരും ധന്യരായി തീർന്നിരിക്കണു. അവരും ഇപ്പൊ ലോകത്താൽ പൂജിതരായിരിക്കണം. അങ്ങയുടെ തലയിലിരിക്കുന്ന കാരണം ആ കളങ്കനായിരിക്കുന്ന ചന്ദ്രൻ പോലെ എല്ലാവരും ദിവസവും തൊഴും. അങ്ങയുടെ കണ്ഠത്തിലിരിക്കുന്ന കാരണം വാസുകി തൊഴാൻ എല്ലാവരും വാസുകിയെ തൊഴുന്നു, സർപ്പങ്ങളെ തൊഴുന്നു. അങ്ങയുടെ വാഹനമായതുകൊണ്ട് കാളകളെ ബഹുമാനിക്കുന്നു, അല്ലേ? ഇങ്ങനൊരു സങ്കല്പം ഇല്ലായിരുന്നുവെങ്കിലോ, കാളകള് ശിവന്റെ വാഹനമായതുകൊണ്ട്, കാളയെ ശിവന്റെ വാഹനമായതുകൊണ്ട് ഹിന്ദുക്കൾ കാളയെ ഹിംസിക്കുന്നതിൽ നിന്ന് ഒരു സങ്കോചമുണ്ടവർക്ക്. അയ്യോ, ഭഗവാന്റെ വാഹനമാണ്, അതിനെ കൊന്നു തിന്നാനുള്ളതല്ല എന്നൊരു വിശ്വാസം, ഒരു ബോധം ഹിന്ദുക്കളുടെ ഉള്ളിലുണ്ട്. അതുപോലെ പാമ്പിനെ കണ്ടാൽ വിഷമാണെന്ന് പറഞ്ഞ് കൊല്ലാൻ തോന്നുന്നില്ല. അതിലും ദിവ്യത കണ്ടുകൊണ്ട് നമ്മൾ പാമ്പിനെ ആരാധിക്കുന്നവരാണ്, അല്ലേ? സർപ്പക്കാവുകൾ നമ്മൾ വാസുകിക്കും തക്ഷകനും അനന്തനും ഒക്കെ കാവുകൾ ഉണ്ടാക്കി നമ്മൾ പൂജിക്കുന്നു. അതുപോലെ ചന്ദ്രനെ നമ്മൾ ദിവസവും തൊഴുന്നു, ജഡമായിരിക്കുന്ന ചന്ദ്രനെ. ഒക്കെ ഭഗവാന്റെ അലങ്കാരമായതുകൊണ്ടല്ലേ. അപ്പൊ ഈ ഒരു സംസ്കാരം, എല്ലാറ്റിലും ഈശ്വരനെ കാണുന്നതായിട്ടുള്ള ഒരു സംസ്കാരം ഭഗവാൻ ഇങ്ങനെയൊക്കെ ഇതിനെ അംഗീകരിച്ചത് കൊണ്ടല്ലേ, സ്വീകരിച്ചത് കൊണ്ടല്ലേ. അപ്പൊ ഭഗവാനെ എന്നെ എന്തുകൊണ്ട് സ്വീകരിച്ചൂടാ എന്ന് ഇവിടെ ഈ രീതിയിലാണ് ശിവഭുജംഗ പ്രയാദത്തിൽ ചോദിക്കുന്നത്. ശിവാനന്ദ ലഹരി കേട്ടവർ ഓർക്കുന്നുണ്ടോ? സമാനമായിട്ടുള്ളൊരു പ്രയോഗം ചെയ്തത്, അല്ലേ? ശിവാനന്ദ ലഹരിയിലെ ശങ്കരാചാര്യര്, ഇതേ ശങ്കരാചാര്യർ. അപ്പൊ ഇത് രണ്ടും ഒരാൾ തന്നെ എഴുതിയത് എന്നുള്ളതിനും യാതൊരു സംശയമില്ല. ശിവഭുജംഗവും ശിവാനന്ദ ലഹരിയും ഒരേ ശങ്കരാചാര്യരാണ് എഴുതിയത് എന്നുള്ളതിന്റെ തെളിവാണ് ശിവാനന്ദ ലഹരിയിൽ പറയുന്നത്. ജഡതാ പശുതാ കളങ്കിതാവ കുടിലചരത്വം ചനാസ്തി മയി ദേവ അസ്തി യതി രാജമൗലേ ഭവദാഭരണസ്യ നാസ്മി കിം പാത്രം.
കേട്ടവരുണ്ടാവും. ഓർമ്മയുണ്ടോ? ജഡതാ പശുതാ കളങ്കിത കുടിലചരത്വം ച നാസ്തി മയി ദേവ. ഭഗവാനോട് പറയണ, എനിക്ക് ജഡതയുമില്ല, പശുതയുമില്ല, കളങ്കിതയുമില്ല, കുടിലചരത്വവും ഇല്ല, വക്രഗതിയിൽ സഞ്ചരിക്കുന്ന പാമ്പിനെ പോലെയുള്ള ഗതിയുമില്ല. അസ്തി യതി രാജമൗലേ, അങ്ങനെ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, ഞാനൊരു ജഡൻ അല്ലെ, പാമ്പിനെ ചന്ദ്രനെ പോലൊരു ജളനോ, ഋഷഭത്തെ പോലൊരു പശുവോ, മാനിനെ പോലൊരു പശുവോ, ചന്ദ്രനെ പോലെ കളങ്കിതയോ, പാമ്പിനെ പോലെ കുടിലചരത്വമോ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, അല്ലയോ ചന്ദ്രശേഖര രാജമൗലേ. രാജൻ ചന്ദ്രന്റെ പര്യായവുമാണ്, പ്രകാശിക്കുന്നവൻ. അപ്പൊ രാജമൗലിയായിട്ടുള്ള ഭഗവാനെ, ഭവദാഭരണസ്യ നാസ്മി കിം പാത്രം, അങ്ങയുടെ ആഭരണത്തിന് ഞാൻ അർഹനായി തീരുമായിരുന്നില്ലേ? അപ്പൊ ഈ കുറവുകൾ ഉള്ളത് കൊണ്ടാണ് ജഡതയും പശുതയും കളങ്കിതയും കുടിലചരത്വവും എന്നിൽ ഇല്ലാത്തത് കൊണ്ടാണല്ലേ അങ്ങ് എന്നെ ആഭരണമാക്കാത്തത് എന്ന് അപ്പൊ കംപ്ലൈന്റ് പറഞ്ഞിരുന്നു. അങ്ങനെ എന്നെ തള്ളി, അത് അവിടെ പറഞ്ഞു. ഇപ്പോ എനിക്ക് ഇതാണ് കുഴപ്പം എന്ന് പറഞ്ഞ് തള്ളണു ശിവഭുജംഗത്തില്. അത് പറ്റില്ല. ഒരു സ്റ്റാൻഡേർഡ് വെക്കണം, ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ആക്കണം, എന്നിട്ട് എന്നെ സ്വീകരിക്കണം. എന്നെ സ്വീകരിച്ചാലോ, അല്ല എന്നെ സ്വീകരിക്കുന്നില്ലെങ്കിലോ ഇതുപോലെയുള്ള ദോഷമുള്ളവരെയൊക്കെ തള്ളണം. അപ്പൊ ഇത് സമാനമായിട്ട് ചോദിക്കുകയാണ്. ശിവാനന്ദ ലഹരിയിൽ ചോദിച്ചതിനേക്കാൾ രസകരമാണോ ഇവിടെ ചോദിച്ചതോ, ഇതിലും രസമാണോ അതിൽ ചോദിച്ചത് എന്നാണ് ഇപ്പൊ സംശയം. ഏതാണ് ഗംഭീരം എന്നാണ്. അതൊരു രണ്ടും ഒരേ ആശയമാണ്. പശും വേത്സി ചേന്മാം തമേവാതിരൂഢ കളങ്കേതിവാമൂർനിദൽസേതമേവ ദ്വിജിഹ്വ പുനഃസോഭിതേ കണ്ഠഭൂഷ ത്വദംഗീകൃതാ സർവേപി ധന്യാഃ. ഇവിടെ ചിലരൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്, നല്ല ഓർമ്മയുണ്ട് സ്വാമിജി എന്ന്. ശിവാനന്ദ ലഹരിയിൽ പറഞ്ഞത് ഓർമ്മയുണ്ട് എന്ന്. സന്തോഷം, ഓർമ്മയുള്ളവരുണ്ടല്ലോ ഇവിടെ എന്ന്. അടുത്ത ശ്ലോകം. ന ശക്നോമി കർത്തും പരദ്രോഹലേശം കഥം പ്രീയസേ ത്വം ന ജാനേ ഗിരീശ തദാ ഹി പ്രസന്നോസി കസ്യാപി കാന്താസു തദ്രോഹിണോ വാ പിതൃദ്രോഹിണോ വാ. ന ശക്നോമി കർത്തും പരദ്രോഹലേശം കഥം പ്രീയസേ ത്വം ന ജാനേ ഗിരീശ തദാ ഹി പ്രസന്നോസി കസ്യാപി കാന്താസു തദ്രോഹിണോ വാ പിതൃദ്രോഹിണോ വാ. ഇവിടെയും ഭഗവാനെ ഒരു ചെറിയ പരിഹാസ ശബ്ദം കൊണ്ട് ഭഗവാനോട് പരിഭവിക്കുകയാണ്. ഭഗവാൻ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ആളുകൾക്കൊക്കെ വേഗം പ്രസാദിക്കും. എനിക്ക് അതിനുള്ള കഴിവില്ല, അതുകൊണ്ട് എൻ്റെ നേർക്ക് പ്രസാദിക്കുന്നില്ല. ഇതാണ് ഒരു ധ്വനി. ഇതേ ആശയം ശിവാനന്ദ ലഹരിയിലും പറഞ്ഞു. അങ്ങ് സ്തുതിഭിഹി നുതിഭിഹി പൂജാവിധിഭിഹി, സ്തുതികളെ കൊണ്ടോ നമസ്കാരങ്ങളെ കൊണ്ടോ, നദിബിർ നുതിബിർ പൂജാവിധിബിർ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങ് പ്രസന്നനാവുന്നില്ല. പിന്നെ എങ്ങനെയാ അങ്ങേ പ്രസാദിപ്പിക്കേണ്ടത്? ഒലയ്ക്ക കൊണ്ടോ, വില്ലുകൊണ്ടോ, വടികൊണ്ടോ, എങ്ങനെയാ വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? ഭഗവാൻ കിരാതമൂർത്തിയായി അർജുനന്റെ വില്ലുകൊണ്ട് അടി കൊണ്ടതും, വേറൊരു ഭക്തന്റെ ഒലയ്ക്ക കൊണ്ട് അടികൊണ്ടതും, വടികൊണ്ട് അടികൊണ്ടതുമായിട്ടുള്ള കഥകൾ, കല്ലുകൊണ്ട് അശ്മബിർവ, സത്യനാരായണൻ എന്ന് പറഞ്ഞ ഭക്തന്റെ കല്ലേറ് കൊണ്ടതും കഥ പറഞ്ഞത് ഓർമ്മയുണ്ടോ ശിവാനന്ദ ലഹരിയിൽ? അപ്പൊ അങ്ങേക്ക് കല്ലേറാണോ ഇഷ്ടം? അങ്ങേക്ക് ഒലയ്ക്ക കൊണ്ടുള്ള അടിയാണോ ഇഷ്ടം? അതോ വില്ലുകൊണ്ടുള്ള അടിയാണോ ഇഷ്ടം? അതിൽ വേഗം പ്രസാദിക്കുന്നു. പൂജകളെ കൊണ്ടും സ്തുതികളെ കൊണ്ടും നമസ്കാരങ്ങളെ കൊണ്ടും അങ്ങ് പ്രസാദിക്കുന്നില്ല. ഇനി അതാണ് അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ തഥാ കരോമി എന്ന് അവിടെ പറയുന്നുണ്ട്. എന്നാ പിന്നെ പറഞ്ഞോളൂ, അത് തന്നെ ചെയ്യാം ഞാനും. ഞാനിനി പൂജയുടെ ഉപകരണങ്ങളുടെ കൂട്ടത്തിൽ കിണ്ടിയും വെള്ളമൊക്കെ മാറ്റിവെച്ച്, പുഷ്പങ്ങളൊക്കെ മാറ്റിവെച്ച്, ഒരു വില്ല്, പൂജാ ലിസ്റ്റ് എഴുതുമ്പോൾ എഴുതാം, ഒരു ഒലയ്ക്ക, ഒരു വില്ല്, കുറച്ച് കല്ല്,
എന്തിനാണെന്ന് ചോദിച്ചാല് അതാണ് ഭഗവാൻ ഇഷ്ടം. അദ്ദേഹത്തിന് സ്തുതിയും നമസ്കാരവും പൂജാവിധികളൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു വില്ലും ഒരു ഒലക്കയും കുറച്ച് കല്ലും കൊണ്ടുവരും. അതുകൊണ്ട് അടിയും ഏറും ഒക്കെ കൊള്ളുമ്പോഴേ മൂപ്പര് പ്രസാദിക്കാറുള്ളൂ. നിങ്ങൾ കഥ കേട്ടിട്ടില്ലേ? അർജുനനോടും സത്യനാരായണനോടും ഒലക്ക കൊണ്ട് അടി കൊണ്ട കഥയൊക്കെ കേട്ടിട്ടില്ലേ? വില്ലുകൊണ്ട് അടി കൊണ്ടിട്ടുള്ള കഥയൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഭഗവാനെ ഞാനും പ്രസാദിപ്പിക്കാം അടികൊണ്ട്. അതേ ധ്വനിയാണ് ഇവിടെ. ന ശക്നോമി കർത്തും പരദ്രോഹലേശം, പരദ്രോഹലേശം അഭി കർത്തും ന ശക്നോമി. പരന്മാരെ ദ്രോഹം ചെയ്യുവാൻ അല്പം പോലും, ലേശം പോലും ന ശക്നോമി, എനിക്ക് ശക്തിയില്ല. എന്നെ കൊണ്ടാവില്ല പരദ്രോഹം ചെയ്യാൻ, ആരെയെങ്കിലും പീഡിപ്പിക്കാൻ, ആരെയെങ്കിലും വേദനിപ്പിക്കാനുള്ള ശക്തി എനിക്കില്ല. കഥം പ്രിയസേത്വം ന ജാനേ ഗിരീശ. ഹേ ഗിരീശ, അല്ലയോ പർവ്വതവാസിൻ, ത്വം കഥം പ്രിയസേ, എങ്ങനെയാ അങ്ങ് പ്രസാദിക്കുക? അഹം ന ജാനെ, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല അങ്ങ് എങ്ങനെ പ്രസാദിപ്പിക്കണമെന്ന്. കാരണം ഞാൻ നോക്കിയിടം കൊണ്ട് അങ്ങ് പ്രസാദിക്കുന്ന മുഴുവൻ ദുഷ്ടന്മാരുടെ നേർക്ക. അതാണ് തദാഹി പ്രസന്നോസി കസ്യാപി കാന്താ സുതദ്രോഹിണോ വാ പിതൃദ്രോഹിണോ വാ. തദാഹി, അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് അങ്ങയെ പ്രസാദിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. ഞാൻ പരദ്രോഹമൊന്നും ചെയ്യാറില്ല. എങ്കിലും ഞാൻ കാണുന്നു പ്രസന്നോസി, അങ്ങ് പ്രസന്നനായിരിക്കുന്നു. ആരുടെ നേർക്ക്? കസ്യാപി, ഏതോ ഒരുവൻ. കാന്താ സുതദ്രോഹിണോ വാ, ആരുടെയെങ്കിലും ഭാര്യമാരെയോ ആരുടെയെങ്കിലും മക്കളെയോ ഉപദ്രവിക്കുന്നവരുടെ നേർക്ക്. അല്ലെ? സീതയെ അപഹരിച്ചുകൊണ്ട് പോയ രാവണന്റെ ഇഷ്ടദേവനാണ് ഭഗവാൻ. അപ്പൊ കണ്ണിക്കണ്ടവരുടെ ഭാര്യമാരെ തട്ടിക്കൊണ്ടുപോകുന്ന രാവണന്റെ നേരെയൊക്കെ അങ്ങ് പ്രസാദിച്ച് ചന്ദ്രഹാസം മുതലായിട്ടുള്ളതൊക്കെ കൊടുക്കും. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതല്ലോ, അതിനു മുമ്പ് ഒരുപാട് പേരെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് കുലീന സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയതിന്റെ ശാപം മുഴുവൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ കാലത്തും രാവണൻ നല്ല ശിവഭക്തനാണ്. അല്ലേ? രാവണൻ പ്രതിഷ്ഠിച്ചതാണ് നമ്മുടെ കേരളത്തിലെ തന്നെ പല ശിവക്ഷേത്രങ്ങൾ എന്ന് പറയുന്നു. ഗോകർണം മുതൽക്ക് പല ക്ഷേത്രങ്ങളും രാവണന്റെ പ്രതിഷ്ഠകളാണ്. രാവണന്റെ കയ്യിൽ നിന്ന് താഴെ വെച്ച് ഉറച്ചു പോയതോ വീണുറച്ചു പോയതോ ഒക്കെ ആയിട്ടുള്ള ശിവക്ഷേത്രങ്ങളുടെ കഥകൾ നമുക്ക് ഭാരതത്തിൽ കേൾക്കാം. അതുപോലെ ലങ്കയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും കാണാം നമുക്ക് രാവണൻ പൂജിച്ചിരുന്ന ശിവക്ഷേത്രങ്ങൾ. അപ്പൊ കൈലാസത്തുനിന്ന് ഭഗവാൻ കൊടുത്തുവിടുന്ന ശിവലിംഗങ്ങളും കൊണ്ടാണ് രാവണൻ പല ഭാഗത്തും കൊണ്ടുവന്ന് പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത്. നർമ്മദാ തീരത്ത് രാവണൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതേ രാവണൻ തന്നെ അതിഗംഭീരമായിട്ടുള്ളൊരു സ്തുതി ഭഗവാനെ താണ്ഡവ സ്തോത്രം രചിച്ചിട്ടുണ്ട്. അത് ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. രാവണന്റെ സ്തുതി താണ്ഡവ നൃത്തത്തിന് പറ്റിയ താളത്തിലുള്ളതാണ്. ചടുലമായിട്ടുള്ള പദങ്ങൾ, ഭേരി ഘോഷം പോലെയുള്ള പദങ്ങൾ, അത് മുഴങ്ങുമ്പോൾ ഭഗവാന് നൃത്തം ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. അതുപോലെ ബാണനെ പോലെയുള്ള ആളുകൾ, അതുപോലെയുള്ള അസുരന്മാര്, ഭസ്മാസുരൻ മുതലായിട്ടുള്ള അസുരന്മാര്, അന്ധകൻ മുതലായിട്ടുള്ള അസുരന്മാര്, എത്ര അസുരന്മാര് ഭഗവാനെ പ്രസാദിപ്പിച്ചിരിക്കണു. ആ അസുരന്മാരെ അവസാനം ഭഗവാന്റെ ഭാര്യയെ തന്നെ തട്ടിയെടുക്കാൻ വന്നവരാ. അല്ലേ? പാർവതീദേവിയെ പിടിക്കാൻ വന്ന ഭസ്മാസുരന്റെ കഥ, അല്ലെങ്കിൽ അന്ധകന്റെ കഥ. അന്ധകാരേ എന്ന് ഭഗവാനെ വിളിക്കുന്നുണ്ട്. അന്ധകന്റെ രിപുവാണ്, കാലന്റെ രിപു അല്ലാതെ അന്ധകൻ എന്ന് പറഞ്ഞാല് ഒരു അന്ധകൻ എന്നുള്ളതായിട്ടുള്ള ഒരു അസുരൻ. ആ അസുരനെ നിഗ്രഹിച്ചു പാർവതിയെ പിടിക്കാൻ വന്നതുകൊണ്ട്. നല്ല ശിവഭക്തനായിരുന്നു. ഭഗവാൻ വരം കൊടുത്ത് ശക്തനായിട്ടുള്ള അദ്ദേഹം പാർവതിയെ തന്നെ പിടിക്കാൻ വന്നപ്പോഴാണ് ഭഗവാൻ തന്നെ കൊന്നുകളഞ്ഞത്. അപ്പൊ ഇങ്ങനെ ദുഷ്ടന്മാര് കണ്ടവന്റെ ഭാര്യമാരെയും കണ്ടവന്റെ മക്കളെയും ഒക്കെ ദ്രോഹിക്കുന്ന ദുഷ്ടന്മാരുടെ നേരെ അങ്ങ് പ്രസാദിക്കും. ഇതിനൊന്നും ശക്തിയില്ലാത്ത എന്നെ വേണ്ട, എന്നെ അങ്ങ് സ്വീകരിക്കുന്നില്ല, എങ്ങനെ പ്രസാദിക്കും എന്ന് പറഞ്ഞു തരൂ. തദാഹി പ്രസന്നോസി കസ്യാപി കാന്താ സുതദ്രോഹിണോ വാ പിതൃദ്രോഹിണോ വാ. സ്വന്തം പിതാക്കന്മാരെയും അമ്മമാരെയും ഒക്കെ ദ്രോഹിക്കുന്ന ആളുകളോടും അങ്ങ് പ്രസാദിക്കും. അപ്പൊ അങ്ങനെയുള്ള കഥകളും നമ്മുടെ ഇതിഹാസങ്ങളിലൊക്കെ കാണാം. അനേക ദുഷ്ടന്മാരായിട്ടുള്ള ആളുകള് ഭഗവത് ഭക്തന്മാരാണ്, മഹാദേവന്റെ ഭക്തന്മാരാണ്. പക്ഷേ സ്വന്തക്കാരെ വരെ, സ്വന്തം അച്ഛനമ്മമാരെ വരെ പീഡിപ്പിക്കുന്നതായിട്ടുള്ള ദുഷ്ടശക്തികൾ, അവരുടെ നേരെ ഭഗവാൻ പ്രസാദിക്കുന്നു. അല്ലെ?
ഭഗവാന്റെ തന്നെ ഭക്തനായ രാവണൻ, ഭഗവാന്റെ തന്നെ ഭക്തനായ കുബേരൻ ജ്യേഷ്ഠനാണ്. ആ കുബേരനെ ഉപദ്രവിച്ചിട്ടല്ലേ കുബേരനെ ലങ്കയിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ് കുബേരൻ്റെതായിരുന്ന സ്വർണമയമായിരുന്ന ലങ്കയെ രാവണൻ കൈയടക്കി വെച്ചത്, കുബേരന്റെ പുഷ്പക വിമാനത്തെ തട്ടിയെടുത്തത്. അപ്പൊ പിതൃതുല്യനാണ് ജ്യേഷ്ഠൻ. കുബേരൻ എന്ന ജ്യേഷ്ഠൻ രാവണനെ സംബന്ധിച്ച് പിതൃതുല്യനാണ്. നിയമമാണത്, ധർമ്മശാസ്ത്രമാണ്. ജ്യേഷ്ഠന്മാരെ പിതൃതുല്യന്മാരായിട്ട് കാണുക. പറഞ്ഞു വന്നത്, സുതദ്രോഹികളോടും പിതൃദ്രോഹികളോടും അങ്ങ് പ്രസന്നനാവുന്നു. എനിക്കാണെങ്കിൽ അതിനൊന്നും വയ്യ. അപ്പൊ എങ്ങനെയാ അങ്ങ് ഇപ്പൊ എന്റെ നേരെ പ്രസാദിക്കുക? ഞാനും ഇനിയിപ്പോ ഇറങ്ങി പുറപ്പെടണോ? എന്തിന്? വല്ലവരുടെയും ഭാര്യമാരെ തട്ടിയെടുക്കാനും, വല്ലവരുടെയും മക്കളെയും ദ്രോഹിക്കാനും, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോ മക്കളെയോ സ്വന്തം പിതാക്കന്മാരെയൊക്കെ ഉപദ്രവിക്കാനോ ഒക്കെ തുടങ്ങണോ? അപ്പോഴേ അങ്ങേക്ക് ഇഷ്ടമാവുള്ളൂ എന്ന് ചോദിക്കുന്നത് ഭഗവാനിട്ടൊരു പരിഹാസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരുടെ നേരെ അങ്ങ് പ്രസാദിക്കുമെങ്കിൽ എന്നെ പോലെയുള്ള പാവങ്ങളുടെ നേരെ എന്തുകൊണ്ട് പ്രസാദിച്ചുകൂടാ? തീർച്ചയായിട്ടും ഞാനും പ്രസാദാർഹനാണ്, അങ്ങയുടെ പ്രസാദത്തിന് പാത്രമാണ്. എന്ന് വെച്ചാൽ ഭഗവാന് വാസ്തവത്തിൽ ഭേദമൊന്നുമില്ല. എത്ര നീചന്മാരുടെ നേരെയും അദ്ദേഹം ക്ഷിപ്രപ്രസാദിയാണ്. അപ്പൊ പിന്നെ ഭക്തന്മാരുടെ കാര്യം പറയേണ്ടതുണ്ടോ എന്ന് കൈമുതിക ന്യായമാണ് ഇവിടെ അർത്ഥം. ദുഷ്ടന്മാരുടെ നേരെ പ്രസാദിച്ച ഭഗവാൻ സജ്ജനങ്ങളുടെ നേരെ പ്രസാദിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല. ക്ഷിപ്രപ്രസാദിയാണ്. നമ്മൾ വിളിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. വിളിച്ചോ, വിളി കേൾക്കും ഭഗവാൻ. ഇത് പറയാൻ വേണ്ടിയാ ഇങ്ങനെയൊക്കെ പറയുന്നു കേട്ടോ. അല്ലാതെ ഭഗവാനെ ചീത്ത വിളിക്കലല്ല ശങ്കരാചാര്യരുടെ പണി. ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി, ലോകത്തിന് കാണിച്ചു കൊടുക്കണ ഭഗവാൻ ഇതാ ഇങ്ങനെ ദുഷ്ടന്മാരോട് പോലും പ്രസാദിച്ചിട്ടുള്ള ആളാണ്. എന്തൊക്കെ ദുഷ്ടത്തരം ചെയ്താലും ഭഗവാനേ എന്ന് പറഞ്ഞ് ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ അവന്റെ ദുഷ്ടത്തരമൊക്കെ ഭഗവാൻ കഴുകിക്കളഞ്ഞ് അവനെ ശുദ്ധനാക്കും. ഭഗവാൻ ഒരാളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ അവനെ രക്ഷിച്ചുകൊള്ളും. തൽക്കാലം അവന്റെ സ്വഭാവം കൊണ്ട് അവൻ ആ ദുശീലങ്ങളൊക്കെ പ്രകടിപ്പിച്ചു എന്ന് വരും. പക്ഷെ കാലം കൊണ്ട് അവനെ ശുദ്ധീകരിക്കും ഭഗവാൻ. രാവണന് രാമന്റെ കൈ കൊണ്ട് തന്നെ മോക്ഷം കിട്ടിയില്ലേ? അതുപോലെ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഭഗവാന്റെ കൈ കൊണ്ട് തന്നെ മോക്ഷം കൊടുത്തിട്ടില്ലേ? അപ്പൊ തൽക്കാലം അവർക്ക് ദുഷ്ടത്തരങ്ങളൊക്കെ കാണുമെങ്കിലും അവരെ ഭഗവാൻ ഈ ദുഃഖങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന്, ഈ ദുഷ്ട സ്വഭാവങ്ങളിൽ നിന്ന് എന്നേക്കുമായി കരകയറ്റിയ ചരിത്രമുണ്ട്. അപ്പൊ ദുഷ്ടന്മാരെ രക്ഷിക്കുന്ന ഭഗവാൻ സജ്ജനങ്ങളെ രക്ഷിക്കാതിരിക്കുമോ? അതുകൊണ്ട് സജ്ജനങ്ങളെ നിങ്ങൾ ഭഗവാനെ വിളിച്ചോളൂ, ആശ്രയിച്ചോളൂ, മുറുക്കെ പിടിച്ചോളൂ എന്നാണ് ഇതിന്റെ ലക്ഷ്യാർത്ഥം. ഈ തമാശയുടെ, ഈ പരിഹാസത്തിന്റെ, ഈ ഭഗവൽ നിന്ദ എന്ന് തോന്നുന്ന പോലെയുള്ള ഈ സ്തുതിയുടെയൊക്കെ അർത്ഥം അതാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. ന ശക്നോമി കർത്തും പരദ്രോഹലേശം കഥം പ്രീയസേ ത്വം ന ജാനേ ഗിരീശ തഥാ ഹി പ്രസന്നോസി കസ്യാഭി കാന്ത സുതദ്രോഹിണോ വാ പിതൃദ്രോഹിണോ വാ. അടുത്ത ശ്ലോകം നോക്കാം. സ്തുതിം ധ്യാനമർച്ചാം യഥാവത് വിധാതും ഭജന്നപ്യജാനൻ മഹേശാവലംബേ ത്രസന്തം സുതം ത്രാതുമഗ്രേ മൃകണ്ഡോ യമപ്രാണനിർവാപണം ത്വൽപദാബ്ജം. സ്തുതിം ധ്യാനവത് വിധാതും ഭജന്നപ്യജാനൻ മഹേശാവലംബേ ത്രസന്തം സുതം ത്രാതുമഗ്രേ മൃകണ്ഡോ യമപ്രാണനിർവാപണം ത്വൽപദാബ്ജം. ഇനി ഭഗവാനെ ആരാധിക്കാൻ ശാസ്ത്രവിധിപ്രകാരമുള്ള പൂജാവിധികളോ വേദമന്ത്രങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ളതായിട്ടുള്ള ചിട്ടകളോ ഒന്നും അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത്ര എളുപ്പത്തിൽ ഭഗവാൻ പ്രസാദിക്കും. ഏത് പ്രാകൃതന്മാരുടെ പ്രാകൃത രീതികളിലും ഭഗവാൻ പ്രസാദിക്കും. അതാണ് ശിവപുരാണങ്ങളിൽ, പെരിയ പുരാണത്തിൽ നിറയെ കഥകൾ അല്ലേ? നമ്മൾ ശിവാനന്ദ ലഹരിയില് കണ്ണപ്പ നായനാരുടെ കഥ പോലും കണ്ടു. വായിൽ വെള്ളം കൊണ്ടുവന്ന് ഭഗവാന്റെ നേരെ തുപ്പിയത് ഭഗവാൻ അഭിഷേകമായി സ്വീകരിച്ചതും
കാലിലെ ചെരുപ്പ് ഭഗവാന്റെ നിർമാല്യം നീക്കാനുള്ള ദർഭപ്പുല്ലിന്റെ കൂട്ടായി തീർന്നതും, ഇദ്ദേഹം കടിച്ച് ഭക്ഷിച്ച് ശേഷിച്ച മാംസഭക്ഷണം ഭഗവാന് നിവേദ്യമായി തീർന്നതും, അങ്ങനെയുള്ള കണ്ണപ്പന്റെ നേരെ പ്രസാദിച്ചതായിട്ടുള്ള ഭഗവാന്റെ കഥ കണ്ടു നമ്മൾ. അപ്പൊ പിന്നെ നല്ല രീതിയിൽ പൂജിക്കുന്നവരുടെ കാര്യം പറയാനുണ്ടോ എന്നാണ് ഇതിന്റെ താല്പര്യം. അതാണ് ഇവിടെ പറയുന്നത്. സ്തുതിം ധ്യാനം അർച്ചാം യഥാവത് വിദാതും ഭജന്നപി അജാനൻ മഹേശാവലംബേ. ഹേ മഹേശ, അല്ലയോ മഹാനായ ഈശ, എല്ലാവരെയും നന്നായി നിയന്ത്രിക്കുന്നവനെ, ഈശ്വര, പ്രപഞ്ചത്തെ മുഴുവൻ മൂക്ക് കയറിട്ട് പിടിച്ചിരിക്കുന്നവനെ, നല്ല ഭരണാധികാരിയായിരിക്കുന്നവനെ, സർവനിയന്താവായിരിക്കുന്നവനെ, മഹേശ, ഭജന്നപി, അങ്ങേ ഭജിക്കുന്നവനാണെങ്കിലും അങ്ങയുടെ ഭക്തന്മാരിലും സ്തുതിം ധ്യാനം അർച്ചാം, അതുപോലെ യഥാവത് വിധാതും, സ്തുതി ധ്യാനം അർച്ച. സ്തുതി എന്ന് പറഞ്ഞാൽ ഭഗവാനെ സ്തുതിക്കുവാനുള്ളതായിട്ടുള്ള വേദമന്ത്രങ്ങൾ, അല്ലെ? ഇപ്പോ ഭഗവാൻ രുദ്രന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള മന്ത്രങ്ങളാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം, ഇതിലൊക്കെ ഉള്ളതായിട്ടുള്ള ശ്രീരുദ്രം എന്ന മന്ത്രം. ശ്രീരുദ്ര മന്ത്രം ചൊല്ലി അതിന്റെ പുറകെ ചമകങ്ങളും ചൊല്ലി, അല്ലേ? രുദ്രം, ചമകം, ഈ രണ്ട് മന്ത്രങ്ങള് ശിവപൂജകളിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള മന്ത്രങ്ങളായി ശോഭിക്കുന്നു. ഭഗവാന് പ്രദോഷകാലങ്ങളിൽ അഭിഷേകം ചെയ്യുന്ന സന്ദർഭത്തിൽ ശിവക്ഷേത്രങ്ങളിൽ അറിവുള്ളവരാണ് അവിടുത്തെ പുരോഹിതന്മാരെങ്കിൽ അവർ വളരെ നല്ല രീതിയിൽ ഉച്ചത്തിൽ ഈ രുദ്രം ചൊല്ലുന്നത് നിങ്ങൾക്ക് കേൾക്കാം. രുദ്രം, ചമകം, ഇത് രണ്ടും ഭഗവാന് പ്രിയപ്പെട്ട മന്ത്രങ്ങളായിട്ട് പറയപ്പെടുന്നു. ഇപ്പൊ ഭഗവാന്റെ അഭിഷേക പൂജാദികളിൽ അതുപോലെയുള്ള മന്ത്രങ്ങൾ അല്ലെങ്കിൽ സ്തുതികൾ, ഇതൊക്കെ ചെയ്യുന്നത് ഭഗവാന് ഇഷ്ടമാണ്, പ്രീതികരമാണ് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്തുതി, അതുപോലെ ഭഗവാനെ ധ്യാനിക്കുവാനുള്ളതായിട്ടുള്ള വിധികൾ, ധ്യാന ശ്ലോകങ്ങളും അതിനനുസരിച്ച് ഭഗവാന്റെ രൂപങ്ങളെ ധ്യാനിക്കുവാനുള്ള കഴിവും, അർച്ച എന്ന് പറഞ്ഞാൽ പൂജ. അപ്പൊ പൂജാവിധികൾ യഥാവത് വിധാതും, വേണ്ട രീതിയിൽ യഥാവിധി ചെയ്യുവാനായിക്കൊണ്ട് അജാനൻ, അജാനൻ എന്ന് പറഞ്ഞാൽ അറിയുന്നവനായിട്ട്. അപ്പൊ ചെയ്യുന്നുണ്ട്, പക്ഷെ ശരിക്ക് ചെയ്യാൻ അറിയില്ല, വിധികളൊന്നും അറിയില്ല, പക്ഷെ ഭക്തിയുണ്ട്, ഭക്തിയോടുകൂടി ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരാള് അങ്ങ് രക്ഷിച്ച കഥ ഓർക്കുന്നു. അഗ്രേ ത്രസന്തം മൃഗണ്ഡോഹോ സുതം ത്രാതും യമപ്രാണ നിർവാപണം ത്വൽപദാബ്ജം അവലംബേ. ഞാനും അവലംബിക്കുന്നു ത്വൽപദാബ്ജം, അങ്ങയുടെ പാദകമലത്തെ ഞാൻ ആശ്രയിക്കുന്നു. ആ പാദകമലം എങ്ങനെയുള്ളതാണ്? യമപ്രാണ നിർവാപണം, യമന്റെ പ്രാണനെ എടുത്തതാണ് കാല്. ഭഗവാന്റെ കാല് താമര പോലെയുള്ളതാണെങ്കിലും ലോകത്തിന് മുഴുവൻ കാലനായിരുന്ന യമന്റെ പ്രാണനെ അപഹരിക്കാൻ ആ കാല് മതിയായിരുന്നു. ആ വലിയ കാലുകൊണ്ട് യമന്റെ നെഞ്ചിൻ കൂട് തകർത്തു ഒരു ചവിട്ടുകൊണ്ട്. യമന്റെ മാറത്തൊരു ചവിട്ടാണ് ചവിട്ടിയത് ഭഗവാൻ. അങ്ങനെ കാലനെ വധിച്ച കാലകാലനായ ഭഗവാൻ ആർക്കു വേണ്ടി? മൃകണ്ഡോഹോ സുതം. ആരാണ് മൃകണ്ഡോഹോ സുതം? മാർക്കണ്ഡേയൻ. മാർക്കണ്ഡേയന്റെ അച്ഛന്റെ പേരാണ് മൃകണ്ഡു. മൃകണ്ഡുവിന്റെ പുത്രനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് മാർക്കണ്ഡേയൻ എന്ന് പേര്. അപ്പൊ അതാണ് ഇവിടെ മൃകണ്ഡുവിന്റെ എന്ന് പറയാനാണ് ഷഷ്ടി വിഭക്തിയില് മൃകണ്ഡോഹോ സുതം. ആ മൃകണ്ഡു മഹർഷിയുടെ പുത്രനായിട്ടുള്ള ആ മാർക്കണ്ഡേയനെ തന്റെ മുമ്പിൽ വന്ന അഗ്രേ ത്രസന്തം. അവിടെ മാർക്കണ്ഡേയൻ ഭഗവാനെ പൂജിച്ചതൊന്നുമില്ല, പൂജാവിധികൾ അനുസരിച്ച് സ്തുതിച്ചതോ പൂജ അഭിഷേകം ചെയ്തതൊന്നുമില്ല. തന്റെ പ്രാണന് ആപത്ത് വന്നു എന്ന് കണ്ടപ്പോ ഓടി വന്ന് യമന്റെ ഓടി വന്ന് യമനെ ഭഗവാന്റെ ലിംഗത്തെ, ശിവലിംഗത്തെ ആലിംഗനം ചെയ്തു. അത്രേ ഉള്ളൂ. പൂജാവിധി പ്രകാരം അല്ല ചെയ്തത്, അല്ലെ? ആലിംഗനം ചെയ്തു. ആ ആലിംഗനത്തിന്റെ ഓർമ്മയ്ക്ക് കൊട്ടിയൂര് ആലിംഗന പുഷ്പാഞ്ജലി, ആ പ്രത്യേക ദിവസം, അല്ലെ? കൊട്ടിയൂർ മഹോത്സവത്തിന്റെ ഇടയില് ഒരു ദിവസം ആ തന്ത്രി പൂജാരി ആലിംഗനം ചെയ്യുന്നതായിട്ടൊരു ചടങ്ങുണ്ട്. അത് വാസ്തവത്തില് വേറെ എവിടെയെങ്കിലും മറ്റ് പൂജാ ക്ഷേത്രങ്ങളിലുണ്ടോ? അത് പൂജാവിധിയിൽപ്പെട്ടതാണോ?
വൈക്കത്തും ഏറ്റുമാനൂരും എറണാകുളത്തപ്പനും തിരുനക്കര തേവർക്കും അതുപോലെയുള്ള മഹാദേവ ക്ഷേത്രങ്ങളിൽ വടക്കുംനാഥ ക്ഷേത്രത്തിലൊക്കെ ആലിംഗനം ഉണ്ടോ? ഇല്ലല്ലോ. അതൊന്നും പൂജാവിധിയിൽപ്പെട്ടതല്ല. എന്നിട്ടും വിധിയിലില്ലാത്തതായിട്ടുള്ള ആലിംഗനം ചെയ്തു മാർക്കണ്ഡേയ മഹർഷി. മാർക്കണ്ഡേയ ബാലനായിരുന്നു അന്ന്, 16 വയസ്സ്. ഒന്നും അറിയാത്ത ബാലനായിരുന്നു, കൊച്ചുകുട്ടി. ആ ബാലൻ തൻ്റെ പ്രാണഭയം കൊണ്ട് ഓടി വന്ന് ഭഗവാനെ ആലിംഗനം ചെയ്തത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പൂജാവിധികളൊന്നും ചെയ്തില്ല, ധ്യാനിച്ചുമില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള ഭയപ്പെട്ട് ഓടി വന്ന അഗ്രേ ത്രസന്തം മൃഗണ്ഡോഹോ സുതം ത്രാതും, ആ മൃഗണ്ഡുപുത്രനെ രക്ഷിക്കുവാനായിക്കൊണ്ട് യമപ്രാണ നിർവാപണം, യമന്റെ പ്രാണനെ പുറത്തേക്ക് എടുത്തതായിട്ടുള്ള നിർവാപണം ചെയ്യിച്ച അന്തകാന്തകനായ അങ്ങയുടെ പദാബ്ജം തൊൽ പദാബ്ജം അവലംബേ, ഞാനും ആശ്രയിക്കുന്നു. അപ്പൊ മാർക്കണ്ഡേയൻ ഒന്നും അറിഞ്ഞിട്ടല്ല, ആശ്രയിച്ചു, ഭക്തിപൂർവം ശരണാഗതി ചെയ്തു. അതുകൊണ്ട് അങ്ങ് മാർക്കണ്ഡേയന് വേണ്ടി അങ്ങയുടെ ഭൃത്യനായ യമനെ പോലും കൊന്നുകളഞ്ഞു. ഭഗവാന്റെ ഭൃത്യനാണ് കാലൻ, യമൻ. ഭഗവാൻ ഒരു സംഹാരകർത്താവാണ് മഹാദേവൻ, അല്ലെ? ആ സംഹാരത്തിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചിരിക്കുകയാണ് യമനെ. അതെ, അന്നാൾ ആയുസ് കഴിഞ്ഞവരെയൊക്കെ പോയിട്ട് കൊണ്ടുവന്ന് നരകത്തിലേക്ക് ഇട്ടോട്ടോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരാളാണ്. ഭഗവാന്റെ ഒരു അറ്റൻഡറാണ്, ഒരു എക്സിക്യൂട്ടീവാണ്, ഒരു ഗവർണറാണ് ആര്? യമൻ. അല്ലാതെ ഭഗവാന്റെ ശത്രുവൊന്നുമല്ല, ഭഗവാന്റെ ഭൃത്യനാണ് യമൻ. അഷ്ടദിക്പാലകന്മാരിൽ ഒരാളാണ്. വളരെ ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് യമൻ. യമൻ ഇല്ലെങ്കിൽ വിവരമറിയാം നമുക്ക്, അല്ലേ? ഇവിടെ കുഞ്ചൻ നമ്പ്യാരുടെ കാലനില്ലാത്ത കാലം പഠിച്ചാൽ മതി എന്തായിരിക്കും ഈ ലോകത്തിന്റെ അവസ്ഥ എന്ന്. നമ്മൾ കുടുംബശ്രീക്കാർ കുറച്ച് ദിവസം സമരം ചെയ്താൽ നമ്മുടെ ഗൃഹങ്ങളിൽ വന്ന് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന മുനിസിപ്പാലിറ്റി സ്റ്റാഫോ അല്ലെങ്കിൽ ഇതുപോലെ കുടുംബശ്രീ വണ്ടികളോ നമ്മുടെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ കുറച്ച് ദിവസം വരാതിരുന്നാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ വീട്ടിൻ്റെയും നാട്ടിൻ്റെയും അവസ്ഥ? എല്ലാം മാറിക്കൊണ്ട് കിടക്കില്ലേ? അസുഖങ്ങൾ ബാധിക്കില്ലേ? ജീവിതത്തിന് സുഖം ഉണ്ടാവോ? സ്വൈരം ഉണ്ടാവോ? ജലാശയങ്ങളും അന്തരീക്ഷവും ഒക്കെ മലിനമാവില്ലേ? അപ്പൊ ദിവസവും ആ കുടുംബശ്രീക്കാർ വന്ന് ആ വേസ്റ്റ് കളക്ട് ചെയ്ത് കൊണ്ടുപോയി അവർ വേണ്ട രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നത് കൊണ്ടല്ലേ നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നത്, ആരോഗ്യത്തോടെ ഇരിക്കുന്നത്? അതുപോലെ ഈ പ്രകൃതിയിൽ എപ്പോഴും വേസ്റ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കേണ്ട ആ വേസ്റ്റ് ഡിസ്പോസിങ് ഡിപ്പാർട്ട്മെന്റാണ് യമന്റെ ഡിപ്പാർട്ട്മെന്റ്. അതിൽ മനുഷ്യ ശരീരങ്ങളും വേസ്റ്റുകളാണ്, എല്ലാ ജന്തു ശരീരങ്ങളും വേസ്റ്റുകളാണ്. ആ വേസ്റ്റുകളെ കാലമാവുമ്പോൾ യഥാകാലം ഡിസ്പോസ് ചെയ്യുന്ന ആ ഒരു എന്താ പറയുക, ഗാർബേജ് ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റ്, തോട്ടിപ്പണി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ പണിയാണ് പാവം യമൻ എടുക്കുന്നത്. ഈ ലോകത്തെ വൃത്തിയാക്കാൻ വേണ്ടി, ശുദ്ധീകരിക്കാൻ വേണ്ടി ആ വേസ്റ്റ് കളക്ടിങ് ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചിരിക്കുകയാണ് മഹാദേവൻ യമനെ. അതുകൊണ്ട് നല്ലൊരു വേലക്കാരനാണ്, സിൻസിയറായിട്ടുള്ള പങ്ക്ച്വലായിട്ടുള്ളൊരു വേലക്കാരനാണ്. അല്പം പോലും ടൈം അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയിട്ടല്ല മൂപ്പര് പണിയെടുക്കുന്നത്. ഓടി നടന്ന് കൃത്യസമയം പാലിച്ചുകൊണ്ടാണ് ഓരോരുത്തരെയും ഇവിടുന്ന് ഡിസ്പോസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ മംഗളം നൽകുന്നവനാണ് യമൻ. ആ യമനെ നമ്മൾ ഒരിക്കലും ശത്രുവായിട്ട് കാണേണ്ടതില്ല, ഭയപ്പെടേണ്ടതേ ഇല്ല. മൂപ്പര് ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ സുഖമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെയും ഈ വസ്ത്രം ജീർണിക്കുമ്പോൾ അത് മാറ്റി പുതിയ വസ്ത്രം തരുന്ന ആളാണ് മൂപ്പര്. എന്തിനു ഭയപ്പെടണം? ചിന്തിക്കുക. അപ്പൊ യമൻ ഭയപ്പെടാനുള്ള ഒരാളല്ല. എങ്കിലും ഇവിടെ പാവം നിഷ്കളങ്കനായിട്ടുള്ള ബാലൻ, ഒന്നും അറിയാത്ത ബാലൻ, തൻ്റെ ആയുസ് ആ പ്രായത്തില് യമൻ കൊണ്ടുപോകാൻ വന്നു എന്ന് കണ്ടപ്പോ പേടിച്ച് ഓടി വന്ന് ആ ഭഗവാന്റെ ലിംഗത്തെ ആലിംഗനം ചെയ്തു. ആ സമയത്ത് തൻ്റെ ഭക്തനായി തന്നെ ആശ്രയിച്ച, ഈ ആലിംഗനത്തെ പൂജയായി സ്വീകരിച്ച, പൂജാവിധിയിലൊന്നും പെടില്ലെങ്കിലും തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂജയായിട്ട് സ്വീകരിച്ച ആ ഭഗവാൻ യമന്റെ നെഞ്ചിൻ കൂട് ചവിട്ടി തകർത്ത് യമനെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. അങ്ങനെയുള്ള അങ്ങയുടെ പാദകമലത്തെ ഞാനിതാ ആശ്രയിക്കുന്നു എന്നാണ്. അപ്പൊ എനിക്ക് സ്തുതിയോ ധ്യാനമോ അർച്ചയോ
വിധിപ്രകാരം ചെയ്യാനൊന്നും അറിയില്ല, എങ്കിൽ ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. സ്തുതിം ധ്യാനമർച്ചാം യഥാവദ്വിധാതും ഭജന്നപ്യജാനൻ മഹേശാവലംബേ ത്രസംഗം സുതം ത്രാതുമഗ്രേ മൃകണ്ഡോ യമപ്രാണ നിർവാപണം ത്വൽപദാബ്ജം. അപ്പൊ എങ്ങനെയൊക്കെ ഭഗവാനെ കോർണർ ചെയ്യാവോ, ഏതൊക്കെ റീസണിങ് കൊണ്ട് ഭഗവാനെ അങ്ങ് എന്നെ സ്വീകരിച്ചേ പറ്റൂ, അനുഗ്രഹിച്ചേ പറ്റൂ. അങ്ങ് ഒരു കണ്ടീഷനും പറഞ്ഞ് കഴിവ് പറഞ്ഞ് എന്നിൽ നിന്ന് ഒഴിവാവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹ കഥകൾ തന്നെ എടുത്തു പറയുന്നത്. അല്ലാതെ വേറെ എവിടുന്നെങ്കിലും എന്തെങ്കിലും വേറെ ആരെങ്കിലും ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങ് തന്നെ മുമ്പേ തന്നെ ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, അത് എനിക്ക് വേണ്ടിയും ചെയ്യണം, ചെയ്യാവുന്നതാണ്, ചെയ്തതുകൊണ്ടൊരു ദോഷവുമില്ല എന്ന് സ്വയം ഭഗവാനെ നിർബന്ധിക്കുകയാണ്. അടുത്ത ശ്ലോകം ഒരു പ്രാർത്ഥന. ശിരോദൃഷ്ടി ഹൃദ്രോഗശൂലപ്രമേഹ ജ്വരാർശോജരായക്ഷ്മഹിക്കാവിഷാർത്ഥാൻ ത്വമാദ്യോഭിഷഗ്ഭേഷജം ഭസ്മശംഭോ ത്വമുല്ലാഗയാസ്മാൻ വപുർലാഘവായ. ശിരോദൃഷ്ടി ഹൃദ്രോഗശൂലപ്രമേഹ ജ്വരാർശോജരായക്ഷ്മഹിക്കാവിഷാർത്ഥാൻ ത്വമാദ്യോഭിഷഗ്ഭേഷജം ഭസ്മശംഭോ ത്വമുല്ലാഗയാസ്മാൻ വപുർലാഘവായ. ഇവിടെ ഭഗവാനെ സാക്ഷാൽ വൈദ്യനാഥനായി, ആദ്യ വൈദ്യനായി സ്തുതിക്കുകയാണ്. അല്ലേ, ഭഗവാന്റെ പല ക്ഷേത്രങ്ങളും വൈദ്യനാഥ ക്ഷേത്രമുണ്ട്. ഭഗവാന്റെ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ പ്രശസ്തമായിട്ടുള്ളതാണ് വൈദ്യനാഥൻ എന്നുള്ളതായിട്ടുള്ള പരള്യാം വൈദ്യനാഥം ച. പരളി എന്ന് പറയുന്നതായിട്ടുള്ള ദേശത്ത് ഭഗവാൻ വൈദ്യനാഥനായി ദ്വാദശ ജ്യോതിർലിംഗ സ്വരൂപനായി വിഹരിക്കുന്നു, പ്രകാശിക്കുന്നു. നമ്മുടെ കേരളത്തിലും അനേക വൈദ്യനാഥ ക്ഷേത്രങ്ങളുണ്ട്. തമിഴ്നാട്ടിലെ ഭഗവാന്റെ വൈദ്യനാഥ ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. നമ്മുടെ കേരളത്തിൽ കണ്ണൂരിലെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം കഴിഞ്ഞാൽ അടുത്ത് അതേ ദേവസ്വത്തിന്റെ കീഴിൽ TTK ദേവസ്വത്തിന്റെ കീഴിൽ ഒരു വൈദ്യനാഥ ക്ഷേത്രമുണ്ട്. പ്രാചീനമായിട്ടുള്ളതാണ് വൈദ്യനാഥ ക്ഷേത്രം, വളരെ പഴയതാണ്. നമ്മൾ കണ്ണൂർ പോകുമ്പോൾ എപ്പോഴും പോവാറുണ്ട്. ഈ വൈദ്യനാഥൻ, രാജരാജേശ്വരൻ, തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, ഇത് മൂന്നും കൂടി ചേർന്നതാണ് TTK ദേവസ്വം. അപ്പൊ അതുപോലെയുള്ള വൈദ്യനാഥ ക്ഷേത്രങ്ങൾ. ഇപ്പൊ ഭഗവാൻ വൈദ്യനാഥനാണ്. ഇവിടെ കൽപ്പാത്തിയിലുണ്ടൊരു വൈദ്യനാഥപുരം, വൈദ്യനാഥനാണ് അവിടുത്തെ ക്ഷേത്രം. ഭഗവാനെ നമ്മൾ ദിവസവും സ്തുതിക്കാറുണ്ട്. ഭിഷജേ ഭവരോഗിണാം, ഭവരോഗിണാം ഭിഷജേ, അല്ലെ, ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഭിഷജേ ഭവരോഗിണാം, ഭവരോഗികൾക്കെല്ലാം ഭിഷക്കായിരിക്കുന്ന വൈദ്യനായിരിക്കുന്ന വൈദ്യനാഥനായിക്കൊണ്ട് നമസ്കാരം. ഇതേ വൈദ്യനാഥനെ സ്തുതിച്ചുകൊണ്ട് ഇതേ ശങ്കരാചാര്യർ ഒരു അഷ്ടകം തന്നെ രചിച്ചിട്ടുണ്ട്, വൈദ്യനാഥാഷ്ടകം. അത് നമുക്ക് പിന്നെ കാണാം. നമ്മൾ ഒരിക്കൽ ചൊല്ലിയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പിന്നെ പോകാം. വൈദ്യനാഥാഷ്ടകം, അത് ഈ പരളിയിലെ വൈദ്യനാഥ സ്വാമിയെ സ്തുതിച്ചതാണ്. പറഞ്ഞു വന്നത് ഭഗവാനെ വൈദ്യനാഥനായിക്കൊണ്ട് സ്തുതിക്കുകയാണ്. ത്വം ആദ്യോ ഭിഷക് ഭേഷജം, ത്വം ആദ്യോ ഭിഷക്, ത്വം ആദ്യഃ ഭിഷക്, യു ആർ ദ വെരി ഫസ്റ്റ് ഡോക്ടർ. ഭിഷക് എന്ന് പറഞ്ഞാൽ ഭിഷഗ്വരൻ. ഭിഷഗ്വരൻ എന്ന് പറയാൻ ഭിഷക്കുകളിൽ വരനായതുകൊണ്ട് ഭിഷക് വരൻ, നല്ല ശ്രേഷ്ഠനായ ഭിഷക്ക്. ഭിഷക്ക് എന്ന് പറഞ്ഞാൽ തന്നെ വൈദ്യനാണ്. ഭിഷക് വരൻ എന്ന് പറഞ്ഞാൽ വൈദ്യശ്രേഷ്ഠൻ. അപ്പൊ യു ആർ ദ ഫസ്റ്റ് ഡോക്ടർ, യു ആർ ദ ഫസ്റ്റ് വൈദ്യ. ത്വം ആദ്യോ ഭിഷക്. ഫസ്റ്റ് എന്നുള്ളത് കാലത്തിലും ഫസ്റ്റ് എന്നുള്ളത് ക്വാളിറ്റിയിലും. അല്ലേ, ഭഗവാൻ ചികിത്സിക്കാൻ തീരുമാനിച്ചാൽ ഏത് അസുഖമാ മാറാത്തത്? ഭഗവാൻ കൈവിട്ടാലോ ഒരു അസുഖവും മാറാനും പോകുന്നില്ല. അതുകൊണ്ട് നമ്മള്
മറ്റ് ഡോക്ടർമാരെയൊക്കെ സമീപിക്കുമ്പോഴും ഉള്ളിലൊരു ഡോക്ടറെ ആശ്രയിക്കണം നമ്മൾ. യഥാർത്ഥ വൈദ്യനാഥനെ നമ്മൾ മുറുക്ക പിടിച്ചുകൊണ്ട് ആ വൈദ്യനാഥന്റെ പ്രതിപുരുഷന്മാരായിട്ട് നമ്മൾ സമീപിക്കുന്ന വൈദ്യന്മാരെ, ഡോക്ടർമാരെ നമുക്ക് കാണാം. ഹേ ഭഗവാനെ, ഞങ്ങൾ വാസ്തവത്തിൽ അങ്ങയെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അങ്ങ് ഇവരിലൂടെ പ്രവർത്തിച്ചാലും ഞങ്ങൾ അങ്ങയെ ഇവരിലൂടെ കാണുന്നു. എൻ്റെ പേഴ്സണൽ ഡോക്ടർ, എൻ്റെ ഫാമിലി ഡോക്ടർ, അദ്ദേഹത്തിന്റെ പഠിപ്പും ചികിത്സയും ഒക്കെ ആയിട്ട് നമ്മളെ ആവുന്നത്ര സഹായിക്കാനായിക്കൊണ്ട് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിലൂടെ പ്രവർത്തിക്കുന്നത് അങ്ങയുടെ ശക്തിയാണ്, അങ്ങയുടെ അനുഗ്രഹമാണ്. അദ്ദേഹത്തിന് രോഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെങ്കിൽ, എന്താണ് എൻ്റെ പ്രശ്നമെന്ന് അദ്ദേഹം തിരിച്ചറിയണമെങ്കിൽ, ഡയഗ്നോസിസ് യഥാവിധി ആവണമെങ്കിൽ വൈദ്യനാഥനായ അങ്ങയുടെ അനുഗ്രഹം ആ വൈദ്യന് വേണം. എന്നിട്ട് അദ്ദേഹം തരുന്ന മരുന്ന് എന്നിൽ വേണ്ട രീതിയിൽ ഫലിക്കണമെങ്കിലും അങ്ങയുടെ അനുഗ്രഹം വേണം. അപ്പോൾ ഈ ലോക്കൽ വൈദ്യനാഥനെ ഞാൻ സമീപിച്ചോളാം, നിഷേധിക്കുന്നില്ല. കാരണം ഇതിലൂടെയാണ് അങ്ങയെ ഞാൻ കാണുന്നത്. ഇവരെ അങ്ങയുടെ പ്രതിനിധിയായിട്ട് ഞാൻ കാണുന്നു. ടോട്ടലായിട്ട് മറ്റു ചില അന്ധവിശ്വാസികള് പ്രാർത്ഥന കൊണ്ട് മാത്രം മാറുമെന്ന് പറഞ്ഞിട്ട് ചികിത്സിക്കാതിരിക്കുന്നില്ല. നമ്മുടെ വേദത്തിലെ ഒരു ഉപവേദമാണ് ആയുർവേദം. ധന്വന്തരി മൂർത്തി ആയുർവേദ ആചാര്യനാണ് നമുക്ക്. വൈദ്യനാഥൻ നമുക്ക് ഭഗവാൻ ചികിത്സകനാണ്. അപ്പൊ നമ്മുടെ ശാസ്ത്രങ്ങളിൽ വൈദ്യം വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ആയുർവേദം ഒരു ശാസ്ത്രമാണ്. ഋഗ്വേദത്തിന്റെ ഉപവേദമാണ് ആയുർവേദം. അപ്പൊ നമ്മുടെ ശാസ്ത്രവിധികളിൽ, നമ്മുടെ വേദങ്ങൾ ചികിത്സാ പദ്ധതിയെ നിഷേധിച്ചിട്ടേ ഇല്ല. വെറും മൂഢവിശ്വാസം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് മാത്രം മാറുമെന്ന് മാത്രം പറഞ്ഞിട്ടില്ല. അതൊക്കെ അങ്ങനെയുള്ള ചെറിയ രോഗങ്ങള് നമുക്ക് പ്രാർത്ഥന കൊണ്ട് മാറ്റാം, നമ്മുടെ വിൽ പവർ കൊണ്ട് മാറ്റാം, ഇച്ഛാശക്തി കൊണ്ട് ഈശ്വരനിൽ പൂർണ്ണമായി സമർപ്പിച്ച് വിൽ പവർ കൊണ്ട് മാറ്റാവുന്ന രോഗങ്ങൾ നമുക്ക് മാറ്റാം. എന്നാൽ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ നമ്മൾ എന്ത് വേണം? അത് ചികിത്സയെ സ്വീകരിക്കണം, ഒപ്പം വൈദ്യനാഥനെ പഠിക്കണം. ചികിത്സയെ മാത്രം ആശ്രയിച്ചത് കൊണ്ടും പോരാ, വൈദ്യനാഥന്റെ അനുഗ്രഹത്തിനായിക്കൊണ്ട് പ്രാർത്ഥിക്കണം. വൈദ്യനാഥൻ അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറാൻ. അപ്പോൾ മറ്റു ചില പെന്തക്കോസ്തുകളൊക്കെ ഉണ്ട്, കൃപാസനക്കാരൊക്കെ ഉണ്ട്. അവരുടെ കൃപാസനം പത്രം തിന്നാൽ മതി, കുടിച്ചാൽ മതി, വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ മതി, ദേഹത്ത് തേച്ചാൽ മതി, അതിൽ കിടന്നാൽ മതി, ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആ പാസ്റ്റർമാർക്ക് തന്നെ അവസാനം വലിയ രോഗങ്ങൾ വന്നിട്ട് അവര് കൃപാസനമൊക്കെ വിട്ട് മെഡിക്കൽ കോളേജിൽ പോയി. അപ്പൊ അങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളൊന്നും നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടില്ല. അത് നമ്മുടേതല്ല. അങ്ങനെ ആരും പറഞ്ഞ് പ്രചരിപ്പിക്കരുത്. ഇപ്പൊ ഈ കൊറോണ കാലത്ത് പലരും ഹിന്ദു മതത്തെ വിമർശിക്കുന്നത്, പരിഹസിക്കുന്നത്, ഇപ്പൊ നിങ്ങളുടെ ദൈവങ്ങളൊക്കെ എവിടെ പോയി എന്നാണ്. ദൈവങ്ങളൊന്നും എവിടെയും പോയിട്ടില്ല. ദൈവങ്ങൾ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ദൈവങ്ങൾ നമ്മളോട് പറയുന്നു, നിങ്ങൾക്ക് ഞാൻ ബുദ്ധി തന്നിട്ടുണ്ട്, വേണ്ട രീതിയിൽ സേഫ് ഡിസ്റ്റൻസ് പാലിക്കാനും, കയ്യിൽ സോപ്പിട്ട് കഴുകാനും, മാസ്ക് ധരിക്കാനും, അത് കഴിഞ്ഞ് രോഗം വന്നാൽ അതിന് വേണ്ട ചികിത്സ ചെയ്യാനും ഞാൻ നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. വൈദ്യന്മാരായിട്ടുള്ള, ഡോക്ടർമാരായിട്ടുള്ളവരെ വിശ്വസിക്കൂ, അവർ പറയുന്നത് അനുസരിക്കൂ, അവർ പറയുന്ന പഥ്യങ്ങൾ അനുഷ്ഠിക്കൂ. ഇത് ഞാൻ നിങ്ങൾക്ക് ബുദ്ധി രൂപത്തിൽ നിങ്ങളുടെ ഉള്ളിലിരുന്ന് ഉപദേശിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ ഈശ്വരന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിനെ വിമർശിക്കാൻ മൂഢജനങ്ങള്, എന്താണ് ഈശ്വര തത്വം എന്നറിയാത്ത മൂഢജനങ്ങള് ക്ഷേത്രങ്ങളൊക്കെ പൂട്ടിയത് കൊണ്ട്, ക്ഷേത്രങ്ങൾ പൂട്ടിയാലും ഉള്ളിൽ ആരാധന നടക്കുന്നുണ്ട്, പുറത്തുള്ള ഭക്തന്മാർക്കുള്ള പ്രവേശനമേ നിഷേധിച്ചിട്ടുള്ളൂ. അതിനെ പരിഹസിച്ചുകൊണ്ട് പലതും പറയുന്നുണ്ട്. അവരെ പോകാൻ വയ്യ, അവഗണിക്കാനുള്ളതേ ഉള്ളൂ. പറഞ്ഞു വന്നത്, വൈദ്യനാഥനായിട്ടുള്ള ഭഗവാനെ നമുക്ക് മുറുകെ പിടിക്കാം. ഈ കൊറോണ നമ്മളെ ബാധിക്കാതിരിക്കാൻ, ഈ ലോകത്തിൽ നിന്ന് കൊറോണ പോകാൻ, അതിന് ഉത്തമമായിട്ടുള്ള മരുന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധി നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് കൊടുക്കാൻ, ആ മരുന്ന് വേണ്ട രീതിയിൽ ലോകത്തിന് പ്രയോജനപ്പെടാൻ ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് രോഗങ്ങളുടെ ലിസ്റ്റാണ് പറഞ്ഞത്. ശിരോ ദൃഷ്ടി ഹൃദ്രോഗ ശൂല പ്രമേഹ ജ്വരാർശോ ജരായക്ഷ്മഹിക്കാവിഷാർത്താൻ 11 രോഗങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. ഇപ്പൊ ഭഗവാനെ, ഞങ്ങൾക്ക് ഏതൊക്കെ രോഗങ്ങള്, ശിരോ എന്ന് പറഞ്ഞു, ശിരോരോഗങ്ങള്, തലവേദന മുതൽക്ക് ശിരസിൽ എന്തൊക്കെ ഉണ്ടാവോ ഒക്കെ,
ശിരോരോഗം, അതുപോലെ ദൃഷ്ടിരോഗം. അപ്പൊ കണ്ണിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ്താൽമോളജി അല്ലെ, അതും ഭഗവാൻ തന്നെ നോക്കട്ടെ. അപ്പൊ കണ്ണിന് ബാധിക്കുന്ന തിമിരം മുതൽക്ക് പിന്നെ എന്തൊക്കെ ഗ്ലൂക്കോമ എന്നൊക്കെ പറഞ്ഞ പല അസുഖങ്ങളുണ്ടല്ലോ കണ്ണിന് ബാധിക്കുന്നത്, അത് മുതൽക്ക് ദൃഷ്ടിരോഗങ്ങള്, ഹൃദ്രോഗം, ഹൃദയത്തിനെ ബാധിക്കുന്ന കൊളസ്ട്രോള് മുതൽക്ക് വേറെ ഹൃദയസ്തംഭനം എന്നൊക്കെ പറയുന്ന രോഗങ്ങളൊക്കെ, ഹൃദ്രോഗം. അപ്പൊ ശിരോരോഗങ്ങള്, ദൃഷ്ടിരോഗങ്ങള്, ഹൃദ്രോഗങ്ങള്. ശൂലം എന്ന് പറഞ്ഞാൽ വേദനകളാണ്. ശൂലം അവിടെ സന്ധിവേദനകള്, വാദം കൊണ്ടൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള വേദനകള്, പ്രസവേദന ഒരു ശൂലമാണ് അല്ലെ. ശൂലം കുത്തുന്നത് പോലെ, മുള്ളു തറയ്ക്കുന്നത് പോലെയുള്ള വേദനകൾ, അതിനെയാണ് ശൂലം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ശൂലങ്ങള്. പ്രമേഹം നമുക്ക് ഭൂരിഭാഗം ആൾക്കാർക്കും ഉണ്ട് പ്രമേഹം അല്ലെ. കിഡ്നിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ മൂത്രം ഒഴിക്കുന്നതിന് നിയന്ത്രണമില്ലാതാവുക, പ്രകർഷേണ മേഹനം ചെയ്യുക. മേഹനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കലാണ്. അത് നല്ലപോലെ ആവുക, ഇഷ്ടം പോലെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക, അറിയാതെ മൂത്രം പോവുക. അപ്പോൾ ആ ഒരു അസുഖം പ്രമേഹം. ജ്വരം എന്ന് പറഞ്ഞാൽ പനി മുതലായത്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പലതരം താപങ്ങള്, പലതരം പനികൾ. ഇന്നിപ്പോ പലതരം പനികൾ വന്നിട്ടുണ്ട് അല്ലെ, ഡെങ്കിപ്പനി വരയ്ക്ക്. അപ്പൊ പനി മുതലായത്, ജര, അർശസ്. ജ്വരം കഴിഞ്ഞാൽ അർശസ്. അർശസ് എന്ന് പറഞ്ഞാല് മൂലസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അല്ലെ, മൂലക്കുരു, ഫിസ്റ്റുല മുതലായിട്ടുള്ള രോഗങ്ങള്, മലബന്ധം മുതലായിട്ടുള്ള രോഗങ്ങളൊക്കെ അർശസിന്റെ വിഭാഗത്തിൽ പെടുന്നു. അർശസ്. ജര, ശരീരത്തിന് ബാധിക്കുന്ന ജരാനരകള്, ക്ഷീണങ്ങള്. യക്ഷ്മ എന്ന് പറഞ്ഞാൽ ക്ഷയം, TB, ട്യൂബർകുലോസിസ്, അതിനാണ് യക്ഷ്മ എന്ന് പറയുന്നത്. രാജയക്ഷ്മാവ് എന്ന് പറയുന്നതായിട്ടുള്ള വലിയ ക്ഷയം വരേക്ക്. ഹിക്ക, ശബ്ദത്തിൽ തന്നെ അറിയാം എന്താണ് ഹിക്ക. എക്കിള് മുതലായിട്ടത്, എക്കിളെടുക്കുന്ന ഒരു രോഗം പോലെയാണ് ഹിക്ക. അത് ചിലർക്ക് എക്കിള് നിർത്താതെ വരും. അത് വിക്കിന്റെ ഒരു രൂപവുമാണത്. ഈ എക്കിളിന്റെ ഒരു മൂർധന്യ രൂപമാണ്. എപ്പോഴും എക്കിൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് വിക്ക് എന്ന് പറയുന്നതായിട്ടുള്ള, സംസാരിക്കുമ്പോൾ തടസ്സം ഉണ്ടാകുന്നതായിട്ടുള്ള എക്കിള് പോലെ വരുന്നതായിട്ടുള്ള ഹിക്ക. അപ്പൊ അതൊരു രോഗമാണ്. വിഷാർത്താൻ, വിഷം കൊണ്ട് ആർത്തരായിരിക്കുന്നവർ. അപ്പൊ വിഷം, പലതരത്തിൽ വിഷം നമ്മളെ ബാധിക്കാം. പാമ്പ് കടിക്കണമെന്ന് മാത്രമല്ല, ബാക്കി ഭക്ഷണത്തിലൂടെ തന്നെ ഇഷ്ടം പോലെ വിഷം വരുന്നുണ്ട് നമുക്ക് അല്ലെ. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിയൊക്കെ വിഷം കലർന്നതാണ്. ധാന്യങ്ങളിലും പലതിലും വിഷം കലർന്നു വരുന്നു. കൃത്രിമമായിട്ടുള്ള ബേക്കറി ഫുഡുകൾ മുഴുവൻ വിഷമാണ്. ഫാസ്റ്റ് ഫുഡുകളൊക്കെ വിഷമാണ്. അപ്പൊ അങ്ങനെയുള്ള വിഷങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. ആരാ നമ്മളെ രക്ഷിക്കുന്നത്? അങ്ങനെ വിഷാർത്താൻ, വിഷബാധ കൊണ്ട് പീഡിതരായിട്ടുള്ളവരെയും, അസ്മാൻ, അങ്ങനെയുള്ള ഞങ്ങളെ, ആദ്യ വിഷക്കായിരിക്കുന്ന ആദ്യ വൈദ്യൻ, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വൈദ്യനായിട്ടുള്ള ഹേ ശംഭോ ത്വം, അങ്ങയുടെ ഭേഷജം ഭസ്മ, ഏറ്റവും നല്ല മരുന്ന്, ഔഷധം അങ്ങയുടെ ഭസ്മം തന്നെയാണ്. അതും പ്രസാദമായി ഒപ്പം കഴിക്കുക. മറ്റ് മരുന്നുകളൊക്കെ കഴിക്കുന്ന കൂട്ടത്തില് ഭഗവാന്റെ പൂജിച്ചതായിട്ടുള്ള ഭസ്മം, അത് ഭഗവാന്റെ പ്രസാദമായി ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് അതും സേവിക്കാം. അതാണ് ത്വമാദ്യോ ഭിഷക് ഭേഷജം ഭസ്മ. ഭേഷജം എന്ന് പറഞ്ഞാൽ മരുന്ന്, ഔഷധം, അത് ഭസ്മ. ഹേ ശംഭോ ത്വം ഉല്ലാഗയ അസ്മാൻ വപുർലാഘവായ, അങ്ങനെയുള്ള അങ്ങ് അസ്മാൻ വപുഹു ലാഘവായ ഉല്ലാഗയ, അസ്മാൻ ഞങ്ങളെ, വപുർലാഘവായ എന്ന് പറഞ്ഞാൽ വപുസ്സുകളുടെ ലാഘവത്തിനായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിനായിക്കൊണ്ട്, ശരീരത്തിന്റെ സൗഖ്യത്തിനായിക്കൊണ്ട്, അതിന്റെ ലഘുത്വം. രോഗം വന്നാൽ ശരീരത്തിന് ഗുരുത്വം വന്നു ചേരും, ഭാരമായി തീരും ശരീരം. രോഗമില്ലാത്ത ശരീരം നമുക്ക് ഭാരമല്ല. 110 കിലോ വെയിറ്റ് ഉണ്ടെങ്കിലും രോഗമില്ലെങ്കിൽ ഒരു ഭാരമേ അല്ല അവർക്കത്. ഭാരം വരുമ്പോഴാണ് അത് ഗുരുത്വം. അപ്പൊ ലഘു ഭാവം. അപ്പൊ അസ്മാൻ വപുർ ലാഘവായ ഉല്ലാഘയ, അങ്ങ് ഞങ്ങളെ ചികിത്സിപ്പിക്കൂ, ഉദ്ധരിക്കൂ, ഈ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഏതൊക്കെ? ശിരോദൃഷ്ടി ഹൃദ്രോഗശൂല പ്രമേഹജ്വരാർശോചര
യക്ഷ്മഹിക്കാവിഷാർത്താൻ. ഈ ജ്വര എന്നുള്ളതിനെ വേണമെങ്കിൽ അത് ഇതായി കഴിഞ്ഞാൽ മനോരോഗം വരെ ആവാം. അതുപോലെ ഹൃദ്രോഗത്തെ മനോരോഗം എന്നും പറയാം. അങ്ങനെ ഹൃദ്രോഗം എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ ബാധിക്കുന്നത് മാത്രമല്ല മനസ്സിനെ ബാധിക്കുന്നതും ഹൃദ്രോഗമാണ്. മനസ്സിന്റെ രോഗം, മനോരോഗം, അത് ഹൃദ്രോഗം തന്നെയാണ്. അപ്പൊ ഹൃദ്രോഗം എന്നുള്ളത് കൊണ്ട് മനോരോഗം മാറ്റാനും ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഒരാൾ എഴുതി ചോദിച്ചിരിക്കുന്നു മനോരോഗം ഉൾപ്പെടുമോ എന്ന്. തീർച്ചയായിട്ടും മനോരോഗത്തിനും വൈദ്യനാഥനെ ആശ്രയിക്കാം. നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമുണ്ട്, തിരുവിടൈ മരുതൂർ. കുംഭകോണത്ത് വലിയ ക്ഷേത്രമാണ് തിരുവിടൈ മരുതൂർ. ആ തിരുവിടൈ മരുതൂർ ക്ഷേത്രത്തില് കുറെ ദിവസം ചെന്ന് ഭജന ഇരുന്നാൽ മനോരോഗം മാറി തിരിച്ചു വരുന്ന ഭക്തന്മാരുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ചോറ്റാനിക്കരയിൽ ഭജന ഇരിക്കുന്ന കുറെ കൂട്ടരില്ല, അതുപോലെ തിരുവിടൈ മരുതൂറിൽ ഒന്നിനും ഇതാകാത്ത നിയന്ത്രണം തെറ്റിപ്പോകുന്ന ഉന്മാദ അവസ്ഥയെ പ്രാപിച്ചതായിട്ടുള്ള ഭ്രാന്ത ഭാവത്തെ പ്രാപിച്ച ആളുകളെയൊക്കെ കൊണ്ട് ഉപേക്ഷിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ തിരുവിടൈ മരുതൂർ. അവിടെ ചെന്ന് കുറച്ചു കാലം അവിടുത്തെ ഭക്ഷണം കഴിച്ച് അവിടുത്തെ നിവേദ്യം ഭക്ഷണമായിട്ട് ഇവർക്കൊക്കെ കൊടുക്കും. ഇവരെയൊക്കെ നോക്കാനായിട്ടുള്ള അവിടെ ചില ഗാർഡിയൻസ് ഉണ്ട്. അവർക്ക് നമ്മളൊരു ചെലവിന് കൊടുത്ത് വേണമെങ്കിൽ ഏൽപ്പിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ. നമുക്ക് വീട്ടിലൊന്നും നിർത്താൻ പറ്റില്ല, അത്രയും വയലന്റ് ആയിട്ട് തോന്നിയവാസം കാണിക്കുന്ന അമ്മയും വയസ്സായ അമ്മയും അച്ഛനെയും ഉപദ്രവിക്കുന്ന, വേറെ ആരും നിയന്ത്രിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയൊക്കെയാണ് ആളുകൾ എന്ന്. അതുപോലെ ലൈംഗികമായിട്ടുള്ള വൈകൃതങ്ങളുള്ളതായിട്ടുള്ള ആൾക്കാരുണ്ട്, പല സ്ത്രീകളെ കയറി ആക്രമിക്കുന്നതായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? സമൂഹത്തിൽ കുടുംബത്തിൽ താമസിക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ നടതള്ളിക്കഴിഞ്ഞാൽ അവിടെ ചില കുടുംബക്കാർ ഇത് നോക്കാൻ വേണ്ടി തന്നെ ഉണ്ട്. അവർക്ക് നമ്മൾ മാസം ചെലവിന് അയച്ചു കൊടുത്താൽ മതി, ഇന്ന ആളുടെ പേരിൽ ഇത് ഇന്നാളെ നീ നോക്കണം എന്ന് പറഞ്ഞ് പോയി അവരെ ഏൽപ്പിച്ച് മന്ത്ലി ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നോക്കും. അങ്ങനെ വ്യവസ്ഥയുണ്ട്. കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ ഭേദപ്പെട്ടവരെ തിരിച്ചും കൊണ്ടുപോകുന്നുണ്ട്. നന്നായിട്ട് ഭേദപ്പെട്ട് തിരിച്ചു കൊണ്ടുപോകും. ചിലവരെ ആളുകൾ സ്വീകരിക്കാൻ പോവില്ല. കാരണം ഇന്നത്തെ കാലം അങ്ങനെയുള്ളൂ. സ്വന്തം ആൾക്കാരെ വേണ്ടാത്തവരല്ലേ എല്ലാവരും. അച്ഛനമ്മമാരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുന്നവരല്ലേ. അപ്പൊ സ്വീകരിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ അവർ തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. തിരുവിടൈ മരുതൂർ എന്നത് വലിയ ക്ഷേത്രമാണ്. ഭഗവാന്റെ ശിവലിംഗം, വലിയ ലിംഗം. അതുകൊണ്ട് അവിടുത്തെ ഭഗവാന്റെ പേര് തന്നെ മഹാലിംഗേശ്വരൻ എന്നാണ്. മഹാലിംഗസ്വാമി. അവിടുത്തെ രഥോത്സവം 5 രഥങ്ങളാണ്. അത് 200 കൊല്ലം മുമ്പ് രഥങ്ങൾ ദ്രവിച്ചു പോയിട്ട് നമ്മുടെ ഗുരുനാഥൻ ദയാനന്ദ സരസ്വതി സ്വാമികൾ 10 കോടി രൂപയോളം ചെലവഴിച്ച് ഈ 5 രഥങ്ങളും പുനർനിർമ്മിച്ച് 2014 പണിതു കൊടുത്തു. 15 ആദ്യത്തെ രഥോത്സവം നടത്തി. ഞങ്ങൾ ആ രഥോത്സവത്തിന് പോയി. 15 പോയി, ഞാൻ 16 പോയി. 5 രഥങ്ങൾ. മഹാദേവന്റെ മഹാലിംഗേശ്വര സ്വാമിയുടെ വലിയ രഥം, പാർവതീദേവിയുടെ 2ാമത്തെ രഥം, ഗണപതി ഭഗവാന്റെയും സുബ്രഹ്മണ്യന്റെയും അടുത്ത രഥങ്ങൾ, ചണ്ഡികേശ്വരന്റെ രഥം. ഇങ്ങനെ 5 രഥങ്ങൾ, ഗംഭീര രഥങ്ങൾ, കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് നിർമ്മിച്ചു കൊടുത്തു. അപ്പൊ ആ ക്ഷേത്രം തിരുവിടൈ മരുതൂർ, കുംഭകോണത്തുനിന്ന് ഒരു 20 കിലോമീറ്ററോളം ഉള്ളിലോട്ട് പോകണം. അവിടെ ഈ ഭ്രാന്തിനുള്ള ചികിത്സ സമ്പ്രദായം പോലെയുള്ള ആൾക്കാരുണ്ട്. അവിടെ നിന്ന് ഉന്മാദം മാറി തിരിച്ചു വരുന്നവരുണ്ട്. അപ്പൊ അതുപോലെയുള്ള ഭഗവാനെ ആശ്രയിക്കാമെന്ന് പറയാം. ശിരോദൃഷ്ടി ഹൃദ്രോഗശൂല പ്രമേഹജ്വരാർശോജരായക്ഷ്മഹിക്ക വിഷാർത്താൻ ത്വമാദ്യോഭിഷക് ഭേഷജം ഭസ്മശംഭോ ത്വമുലാഗയാസ്മാൻ വപുർലാഘവായ ത്വമുല്ലാഗയാസ്മാൻ വപുർലാഘവായ. ഞങ്ങളുടെ ശരീരത്തിന്റെ ലാഘവത്വത്തിനായിക്കൊണ്ട്, ആരോഗ്യത്തിനായിക്കൊണ്ട് അങ്ങ് ഞങ്ങളെ ചികിത്സിച്ച് അനുഗ്രഹിച്ചാലും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സമയം അതിക്രമിച്ചു നിർത്താം. ഒരുപാട് സമയം പോയി. നാളെ തുടരാം. 16 മുതൽക്കുള്ള ശ്ലോകം നാളെ കാണാം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നാളെ 8 മണിക്ക് പ്രാർത്ഥനാ ഷഡ്പദി.